ഫ്രീ പാലസ്തീൻ എന്ന വൻമരം വീണു. ഇനി അടുത്തത് ഫ്രീ സുഡാൻ, ഫ്രീ നൈജീരിയയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എതിർക്കാനാരുമില്ല. എല്ലാവർക്കും സുഡാനിൽ ജെനിസൈഡ് ഉണ്ട്, ഓക്കെ എല്ലാവരും സമ്മതിച്ചു, എല്ലാവരും ഓക്കെ ജെനിസൈഡ് ഉണ്ട്, ജെനിസൈഡ് ഉണ്ട്. എതിർക്കാനാരുമില്ല. ഇസ്രയേലോ മറ്റേ ടീംസ് ആരെങ്കിലും ഇൻവോൾവ് ആണെങ്കിൽ അവർ വന്നിങ്ങനെ എതിർക്കുമല്ലോ. ഇപ്പോൾ ഒരാൾ പലസ്തീനിൽ ജെനിസൈഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ജെനിസൈഡ് ഒന്നുമല്ല, അത് അന്ന് അവർ ഇതിൻ്റെ ചെയ്തതിൻ്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എതിർക്കുമ്പോഴാണ് ഒരു മൊമെൻറ്റം കിട്ടുക ആൾക്കാർക്ക്. എല്ലാവരും ഇപ്പോൾ ഇസ്രയേൽ നെതന്യാഹു എന്ന് പറയണോ പലസ്തീനിൽ ഉണ്ട് ജെനിസൈഡ് ഉണ്ട്, സോറി കേട്ടോ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മറ്റേ സമരം ചെയ്യാനും മറ്റേ തെണ്ടികളാണ് ഇസ്രയേൽ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാനൊന്നും ഇനി ഒരു ഉഷാറുണ്ടാവില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആക്ച്വലി ഇഫ് യു നീഡ് മൊമെൻറ്റം വി ഷുഡ് ഓപ്പോസിറ്റ്. അങ്ങനെ ഒരു സംഭവം ഇവർ തന്നെ ഇനി ചെയ്യേണ്ടി വരും ആരെങ്കിലും, എന്നാലേ ഇതിനൊരു മൊമെൻറ്റം കിട്ടുള്ളൂ. ആൾക്കാർ 4 പേര് പറയുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന്, കുറേ കാലമായിട്ട് അറിയാം. പക്ഷെ അത് അവിടെ ഉണ്ട്, ആ ഒരു ലെവലിലാണ് ഇത്ര കാലം പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോഴും പോകുന്നത് എല്ലാവർക്കും ഇപ്പോൾ കുറച്ചുകൂടെ അറിയാമെന്നുള്ളൂ. UAE ഒക്കെ ഇൻവോൾവ്ഡ് ആണ്, ഇത്ര വലിയ ആൾക്കാർ പ്ലെയേഴ്സൊക്കെ ഇതിൽ ഇൻവോൾവ്ഡ് ആണെന്ന് പറയുമ്പോൾ ശരി. അപ്പോൾ ഓക്കെ, ഞാൻ തന്നെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്, അതിൽ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ ഇട്ടതാണ്. ഇപ്പോഴാണല്ലോ ഇതൊക്കെ ഒരു ട്രെൻഡായിട്ട് വന്നത്. അതിന് മുന്നേ ഇട്ടപ്പോഴാണ് അതായത് ഗാസയിൽ മാത്രമല്ല വേറെ സ്ഥലത്തും ജെനിസൈഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ചെറിയ വീഡിയോ, 3 മിനിറ്റ് ഒന്നുള്ളൂ. അപ്പോൾ അതിൽ ആൾക്കാർ വന്നിട്ട് അപ്പം ആൾക്കാർ ഒപ്പോസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എതിർത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെനിസൈഡിൻ്റെ മീനിങ് അറിയോടാ നിനക്ക്, ഇതൊന്നും അല്ലടാ ജെനിസൈഡ്, 4 പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ അത് ജെനിസൈഡ് ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ്സ് ആയിരുന്നു വന്ന്. ആ ആൾക്കാരൊന്നും ഇപ്പം കാണാനില്ല. അവരൊക്കെ ഒന്ന് മുന്നോട്ട് വരണം. അവർ മുന്നോട്ട് വന്നിട്ട് UAE മറ്റേ സ്വർണ്ണമൊന്നും എടുത്തിട്ടില്ല, അത് അവരുടെ കയ്യിലുള്ള സ്വർണ്ണമാണ്, അല്ലെങ്കിൽ UAEക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവർക്കൊക്കെ പൈസ ഉണ്ട്, ദുബായൊക്കെ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരെങ്കിലും വരണം, എന്നാലേ ഒന്ന് ഉഷാറാവുള്ളൂ. ഇപ്പോൾ ഒരു തണുത്തൊരു മട്ടാണ് അത് എനിക്കത്ര പിടിക്കില്ല. ആരെങ്കിലും ഒന്ന് ഞാൻ തന്നെ എതിർത്താലോ എന്നാലോചിച്ചു, പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഈ ആഴ്ച കണ്ടുപിടിച്ചല്ല, ഈ ആഴ്ച മനസ്സിലാക്കിയ 2 ഷോക്കിംഗ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ അടുത്ത് ഈ ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിലുള്ളത് ആർക്കാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ ഓയിലുള്ളത് ആർക്കാണ്? PSC ചോദ്യം. അല്ലെങ്കിൽ ഒരാൾ വെറുതെ ചോദിക്കാമെന്ന് വെച്ചോ. എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ എനിക്ക് വലിയ അറിവൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് സൗദി, അല്ലെങ്കിൽ പണ്ടത്തെ ദുബായ്. ഇപ്പോൾ അവർക്ക് കുറഞ്ഞു എന്നൊക്കെ പറയുന്നു. പക്ഷെ എന്നാലും ദുബായും സൗദിയും ഇറാഖിൻ്റെ കയ്യിൽ, പണ്ട് ഇറാഖിൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ അല്ലേ. അപ്പോഴാണ് ഒരു സംഭവം കാണുന്നത്, അതൊന്നുമല്ല. സൗത്ത് അമേരിക്കൻ രാജ്യം, ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനിസ്വേലൻ്റെ കയ്യിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓയിലുള്ളത്. എൻ്റെ അടുത്ത് ഒരു 3-4 മാസം മുന്നേ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. ഇപ്പം നോക്കുമ്പോഴാണ് അവിടെ ഒരു ബെൽറ്റ് തന്നെ ഉണ്ട്. ആ ബെൽറ്റിൽ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഫുൾ ഓയിലാണെന്ന് പറയണം. അവിടെ ആകെ പ്രശ്നം അത് എടുക്കാൻ പറ്റുന്നില്ല, മുഴുവൻ അത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇഷ്ടം പോലെ ഓയിലുണ്ട് അവിടെ. നമ്മൾ ഈ ചില വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ, ഈ മരുഭൂമിയിൽ ഇങ്ങനെ കുഴിക്കുമ്പോഴേക്കും എന്തോ ഒരു കറുപ്പ് കളർ വരുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചോദിക്കോ, മരുഭൂമിയിലായിരിക്കും ഓയിൽ, അല്ലെങ്കിൽ കടലിൽ നടുക്കൊക്കെ മറ്റേ റിഗൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ആയിരിക്കും ഓയിൽ. അതൊന്നുമല്ല, ഇത് കരയിലാണ്. ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഓയിലുള്ളത് വെനിസ്വേലയിലാണ്. ഒരു സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള വെനിസ്വേലയിൽ. വീണ്ടും വെറുതെ ഞെട്ടാൻ എനിക്ക് താല്പര്യമില്ല, എന്നാൽ വീണ്ടും ഞെട്ടിയത് രണ്ടാമത്തെ ഒരു കാര്യം കൂടി
കണ്ടപ്പോഴാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ്, ഇപ്പോൾ സ്വർണത്തിൻ്റെ വിലയൊക്കെ അറിയാമല്ലോ അല്ലേ, ഗോൾഡിൻ്റെ എക്സ്പോർട്ട് ചെയ്യുന്നത് 3 രാജ്യങ്ങൾ, കുറേ ലിസ്റ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ 3 രാജ്യം എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്വിറ്റ്സർലാൻഡ്, രണ്ടാമത്തെ ഹോങ്കോങ്, മൂന്നാമത്തെ ദുബായ്. ഈ എന്താണ് ഈ 3 രാജ്യത്തിൻ്റെ പ്രത്യേകത? അപ്പോൾ അവർ കുറേ ഗോൾഡ് ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ, അങ്ങനെ ആയിരിക്കും അവർ അല്ല. ഇതൊന്നും ഈ പറഞ്ഞ 3 രാജ്യത്തിലും ഗോൾഡിൻ്റെ മൈനോ അല്ലെങ്കിൽ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്യുന്ന വലിയൊരു ഗോൾഡൊക്കെ കൊഴിച്ചിട്ടാണല്ലോ എടുക്കുന്നത്, അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഇതെല്ലാം റിഫൈനറീസാണ് അവിടെ ഉള്ളത്. അതായത് എവിടെന്നോ ഗോൾഡ് കൊണ്ടുവന്ന് അതിനെ റിഫൈൻ ചെയ്ത്, ഗോൾഡ് പറഞ്ഞാൽ അവർ കറുപ്പ് കളറായിരിക്കുമല്ലോ ആദ്യം കുഴിച്ചെടുക്കും, എന്നിട്ട് അതിനെ റിഫൈൻ ചെയ്ത് പിന്നെ മറ്റേ ഈ 99.9% അങ്ങനെ എന്തൊക്കെയോ പറയില്ലേ, ഈ മറ്റേ ചെമ്പ് മിക്സ് ചെയ്ത് ഗോൾഡായിട്ട് തന്നെ ഭയങ്കര സ്റ്റേബിളായിട്ടുള്ളൊരു മെറ്റലല്ല. അപ്പോൾ അതിനെ എന്തോ ഒരു ചെമ്പ കയ്യിൽ കുറച്ച് ആഡ് ചെയ്തിട്ടല്ലേ, ഇത്ര ചെറിയ പെർസെൻറ്റേജ് എന്തോ ആഡ് ചെയ്യുമ്പോഴാണ് അതിങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുക. അപ്പോൾ ആ ഒരു പ്രോസസ്സൊക്കെ ചെയ്ത് അതിന് സർട്ടിഫിക്കേഷൻ, മറ്റേ എന്തോ ഇൻ്റർനാഷണൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്തോ സർട്ടിഫിക്കേഷൻ, നമ്മുടെ നാട്ടിലെ BIS എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഓരോ സർട്ടിഫിക്കേഷനൊക്കെ ഇട്ടിട്ട് വേൾഡ് മാർക്കറ്റിലേക്ക് പോകുന്ന അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റിലേക്ക് വിൽക്കുന്ന കൺട്രീസാണ് ഈ 3 ഇവരൊന്നും ദുബായിലൊന്നും മറ്റേ ഒരു മൈന് പോലും ഇല്ല, ആകെ എത്ര സ്ഥലം അതിനായില്ല ഇവിടെ മൈന്. അപ്പോൾ ഇങ്ങനത്തെ 2 കാര്യം ഞാൻ ഈ ആഴ്ചയാണ് മനസ്സിലാക്കിയത്. നിങ്ങൾക്കൊക്കെ നേരത്തെ അറിയായിരിക്കും, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്ത് ഏറ്റവും ഓയിലുള്ളൊരു രാജ്യം, അവിടുത്തെ അവസ്ഥയാണ് നമ്മളിതാ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അവിടുത്തെ ബൊലിവാർന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള അവരുടെ കറൻസിയാണ്, വെനിസ്വേലൻ കറൻസിയാണ്. ചാക്ക് കെട്ടിയിട്ട് ആർക്കും വേണ്ട. അമ്മാതിരി ഇൻഫ്ലേഷനും അമ്മാതിരി പോവർട്ടിയാണ് അവിടെ. അതേ സമയത്ത് നിങ്ങൾ ദുബായിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. ദുബായിൽ അങ്ങനെയാണോ? അവിടുത്തെ ഷെയ്ഖുമാരും അവിടുത്തെ മന്ത്രിമാരും അവിടുത്തെ പ്രസിഡൻറ്റും അവിടുത്തെ രാജാവും ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത്? ദുബായ് എന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷറീൻ്റെ ഒരു സിമ്പിളല്ലേ. അതെന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ സൗദി രാംകോ ഇനി മേടിക്കാത്തൊന്നുമില്ല. EA സ്പോർട്സിന് മേടിച്ചു എന്നോ, എൻ്റെ ഗെയിം കളിക്കുമ്പോൾ ഫിഫയൊക്കെ ഉള്ള സംഭവമില്ലേ, ആ ഒരു ഫസ്റ്റ് EAൻ്റെ ഒരു EA ഓപ്പൺ ആകുമ്പോൾ ഒരു സാധനം പറ്റില്ലേ, ഇതാണ് EA സ്പോർട്സ്, ഇറ്റ്സ് ദ ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം പറ്റില്ല. അത് മേടിച്ചു എന്നാണ് പറയുന്നത് രാംകോ, സൗദീൻ്റെ ആൾ. അപ്പോൾ ഇനി അവർ മേടിക്കാത്ത ഒന്നുമില്ല, അവർ സ്പോൺസർ ചെയ്യാത്ത ഒന്നുമില്ല. F1 ഫുൾ അവരാണ് സ്പോൺസർ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്. അവരിനെയൊക്കെ നമ്മൾ റോയൽറ്റി പോലെയൊക്കെയാണ് എല്ലാവരും നോക്കി കാണുന്നത്. അവരുടെ കയ്യിൽ ഓയിലുണ്ട്, അതിനേക്കാൾ ഓയിലുണ്ട് വെനിസ്വേലയിൽ. പക്ഷെ ആ രാജ്യം മാത്രം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പാവപ്പെട്ടവനും അവിടെ ഭക്ഷണത്തിന് പോലും ആൾക്കാർക്ക് വകയില്ല പറയുന്നു. സൂപ്പർ മാർക്കറ്റൊക്കെ ഒരു സാധനം കിട്ടാനില്ല, എല്ലാം ബ്ലാക്ക് മാർക്കറ്റിൽ പോയിട്ട് ഇരട്ടി വില കൊടുത്ത് മേടിക്കണം എന്ന് പറയുന്നു. അവിടുത്തെ കറൻസിക്ക് വാല്യൂ ഇല്ല. അവരിപ്പോൾ US ഡോളറിലാണ് ആൾക്കാർ തന്നെ സാധനങ്ങൾ മേടിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലൊക്കെ ചെയ്യുന്നത്. ഫുൾ പ്രശ്നങ്ങൾ. എന്തുകൊണ്ടായിരിക്കും? തിങ്ക്. പെട്രോ ഡോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതായത് പണ്ട് ഈ സൗദിയും ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റ് ടീംസൊക്കെ ഈ അമേരിക്കയുടെ, അതായത് ഞങ്ങൾ ഇനി ഓയിൽ വാങ്ങിക്കാനോ ആർക്കെങ്കിലും വിൽക്കാനോ ചെയ്യുമ്പോൾ അതെല്ലാം ഡോളറിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള എഴുതി വെച്ചൊരു പെട്രോ ഡോളർ എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് ഇപ്പോൾ അവസാനിച്ചു. അത് കുറച്ച് കാലത്തേക്കാണ് എഴുതിയത്, അതിപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് എഴുതിയ ആ ഒരു പെട്രോ ഡോളർ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത ഒരാൾക്ക് ഒരു പ്രശ്നവുമില്ല. പെട്രോ ഡോളറിന്ന് വിട്ട് വന്ന ഒരു 3 ആൾക്കാരുടെ പേര് ഞാൻ പറയാം. ഒന്ന് നമ്മുടെ ഇറാഖിലെ മറ്റേ ആൾ, എന്താ പേര്, സദ്ദാം ഹുസൈൻ. രണ്ടാമത് ലിബിയയിലെ ഗദ്ദാഫി. ഞങ്ങൾ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി ഡോളറും കോപ്പൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ ഗദ്ദാഫി തൂക്കിയ 2 പേരിനെ കൊന്ന. മൂന്നാമതാണ് വെനിസ്വേല എന്ന് പറഞ്ഞാൽ ആൻറ്റി അമേരിക്കനാണ് സംഭവം. പറയുമ്പോൾ അവർ സൗത്ത് അമേരിക്കയിലൊക്കെ ആണെങ്കിലും
അമേരിക്കയോട് ഇത്രയും ദേഷ്യമുള്ള വേറൊരു രാജ്യമില്ല. വേറെ രാജ്യമുണ്ട്, ഇറാനൊക്കെ ഉണ്ട്. എന്നാലും ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കോണ്ടിനെൻറ്റിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യത്തിൽ ഇത്രയും അമേരിക്കയായിട്ട് പ്രശ്നത്തിലുള്ള അല്ലെങ്കിൽ ദേഷ്യമുള്ള ഒരു ടീംസ് ഇല്ല. അപ്പം ഇതാണ് നമ്മൾ നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഓയിൽ എല്ലാവർക്കും ഒരേ സാധനം ഒരേ വില തന്നെയല്ലേ, ഇവർക്ക് മാത്രം ഭയങ്കര റിച്ച്, ഇവർക്ക് ഇത്ര ഓയിലായിട്ട് ഇവർ ഇപ്പോഴും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും കളികളുണ്ടോ? അമേരിക്കയുടെ ഡോളർ അംഗീകരിക്കാത്ത രാജ്യങ്ങൾക്ക് മാത്രം എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥ വരുന്നു? വാട്ട് ഈസ് റിയലി ഗോയിങ് ഓൺ? അത് നമ്മൾക്കൊന്ന് നോക്കണം. അതാണ് വെനിസ്വേലൻ്റെ കാര്യം. ഓക്കെ, ഇനിയിപ്പോൾ സുഡാൻ്റെ കാര്യം എടുത്താലും അവിടെ ഗോൾഡ്, ഇവിടെ ഓയിൽ, ആ ഒരു സംഭവമുള്ളൂ. അവിടെ ഗോൾഡിൻ്റെ കളിയാണ്, ഇവിടെ ഓയിലിൻ്റെ കളിയാണ്. രണ്ടിൻ്റെയും എന്താണ് അവർ രണ്ടുപേരിന് പ്രശ്നം? വെനിസ്വേല ഇപ്പം എങ്ങനെയാണ് ന്യൂസുകളിലൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് മറ്റേ റെഡി ആയിക്കോ, പട്ടാളക്കാരുടെ അടുത്തൊക്കെ റെഡി ആയിക്കോ മക്കളെ, പോകാൻ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ പട്ടാളക്കാരുടെ അടുത്തും അവിടെ ഫുള്ള് എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെ കുറിച്ച് നിറച്ചിട്ടുണ്ട്. കരീബിയനിൽ മുഴുവൻ ആ ഒരു മാപ്പ് എടുത്താൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു ഗ്യാപ്പില്ല, ഫുള്ള്. അതായത് വെനിസ്വേലക്കാർ ഒന്ന് തുമ്മി അവർ അതാ ഒരു ബോംബ് ഇടും. ആ സീന് അത്രയും എസ്കലേഷനിൽ നിൽക്കുകയാണ് കരീബിയൻ റീജിയൻ. അതായത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കേൻ്റെ ഗ്യാപ്പാണത് കേട്ടോ. അവിടെയാണ് നിൽക്കുന്നത്, അവിടെയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നത്. പിന്നെ വെനിസ്വേലയും ഒഫീഷ്യലി ഇറാൻ്റെ അടുത്ത്, റഷ്യൻ്റെ അടുത്ത്, ചൈനൻ്റെ അടുത്ത്, അത് അമേരിക്കയുടെ ശത്രുക്കളുടെ അടുത്ത് എല്ലായിടത്തും സഹായം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെപ്പണായിട്ടോ ഡ്രോണുകളായിട്ടോ തോക്കോ ബോംബോ മിസൈലോ എന്താണ് കുറച്ച് പട്ടാളക്കാരനെ വിട്ട് തന്നാൽ അത്രയും നല്ലത്. നോർത്ത് കൊറിയയൊക്കെ മറ്റേ ഇവിടെ ഉക്രൈനെതിരെ പട്ടാളത്തിനൊക്കെ ഇറക്കിയില്ല, അതുപോലെ കുറച്ച് പട്ടാളക്കാർ അണ്ണാ കിമ്മണ്ണ കുറച്ച് പട്ടാളക്കാരെ തരി എന്ന് പറഞ്ഞിട്ട് വിളിച്ചാലും വിളിക്കും. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അവർക്ക് വേറെ വഴിയില്ല, അതിന് പൈസ ഇല്ല, ഓയിലുണ്ട്, പൈസ ഇല്ല. എന്തൊരു അവസ്ഥ ആലോചിച്ചു, എങ്ങനെ ഈ അവസ്ഥ എത്തി? അതുപോലെ സുഡാനിൽ ശരിക്കും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? വാട്ട് ഈസ് റിയലി ഗോയിങ് ഓൺ? യു എ ഇ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തോന്നിവാസം ചെയ്യുന്നത്? അവർക്ക് പൈസ ഇല്ലാണ്ടാണോ? അല്ല. ദെൻ വൈ ആർ ദേ ഡൂയിങ് ഇറ്റ്? അതുപോലെ യു എ ഇ മാത്രമാണോ കളികൾ? വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ശരിക്കും എന്താ പ്രശ്നം ഈ രണ്ട് സ്ഥലത്ത്? ഓക്കെ, ദിസ് വാസ് മൈ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നി ഈ ഒരു സിമ്പിൾ ലോജിക്കൽ, ഇത്രയും ഓയിലുണ്ട് വേണോ, 5 രൂപ കയ്യിലില്ല. യു എ ഇൻ്റെ ഈ കയ്യിൽ ഇത്രയും ഒരു ഭയങ്കര ആൾക്കാരാണ്, ഭയങ്കര മറ്റേ ഷെയ്ക്കിനെ കണ്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. എന്നിട്ട് ഇവർ കുറച്ച് ഗോൾഡിന് വേണ്ടിയിട്ട് ആൾക്കാരിനെയൊക്കെ കൊന്നു തള്ളും. വാട്ട് ഈസ് റിയലി ബിഹൈൻഡ് ദ സീൻസ് ആക്ഷൻ? എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ? അത് നോക്കാൻ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. ആദ്യം വെനിസ്വേല നോക്കാം, പിന്നെ സുഡാൻ നോക്കാം. വെനിസ്വേലേൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഓയിൽ ഹിസ്റ്ററി നോക്കാൻ. ഞാൻ ഇറാൻ്റെ ഒരു ഓയിൽ ഹിസ്റ്ററി ചെയ്തൊരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, ഇസ്രായേൽ വേഴ്സസ് ഇറാൻ്റെ. ആ യുദ്ധത്തിന് സമയത്ത് ചെയ്ത പോഡ്കാസ്റ്റാണെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അതായത് നമ്മളൊരു രാജ്യത്തിൻ്റെ ഇപ്പോൾ അമേരിക്കക്കാരോട് വെനിസ്വേലൻ്റെ ഹിസ്റ്ററി ഒന്ന് പറഞ്ഞാൽ അവരെന്ത് പറയും? വെനിസ്വേലക്കാർ മുടിഞ്ഞവന്മാരാണ്, അവരെ വിശ്വസിക്കാൻ പറ്റില്ല, അവർ തെണ്ടികളാണ് എന്നല്ലേ പറയുള്ളൂ. കാരണം എന്താണ്? അവർക്ക് ഇവരിന് ഇഷ്ടമല്ല, ഇവരുടെ സോഷ്യലിസവും ഇവരുടെ ഹ്യൂഗോ ചാവേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്, അവരിനൊന്നും അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അമേരിക്കൻകാർ പറയുന്ന ഹിസ്റ്ററി വേറെ രീതിയിലായിരിക്കും. ഇനിയിപ്പോൾ ഇതേ ഹിസ്റ്ററി നിങ്ങളൊരു വെനിസ്വേലക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വേറെ എന്തെങ്കിലും പറയും. അതേ വെനിസ്വേലയിലുള്ള മെയിൻ പാർട്ടിൻ്റെ ഓപ്പോസിറ്റ് ലീഡറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വേറെ എന്തെങ്കിലും പറയും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, അറിയാമല്ലോ, നമ്മൾ ഈ ചാനലിൽ വി ഡോണ്ട് ട്രസ്റ്റ് ഹിസ്റ്ററി, വി ഹേറ്റ് ഹിസ്റ്ററി ആക്ച്വലി. ഫക്ക് ഹിസ്റ്ററി ആൻഡ് ഫക്ക് ഓൾ ദ ഹിസ്റ്റോറിയൻസ്. അവരാണ് നമ്മളെ ഫുൾ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ ഒരു നിലയിൽ എത്തിച്ചത്.
എന്താണ് സത്യം, എന്താണ് ഉള്ളത് എന്ന് ഒരു പിടിയില്ല. അപ്പോൾ അങ്ങനെ എത്തിച്ചവന്മാരാണ് ഒരു റെസ്പെക്റ്റ് അവർ കൊടുക്കേണ്ട ഒരാവശ്യമില്ല. പക്ഷേ ഓയിൽ ഹിസ്റ്ററിയാണ് കിടിലൻ സാധനം. അതായത് ചുമ്മാ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഒക്കെ എടുക്കുന്നതിനേക്കാളും നല്ലത് ഓയിൽ ഹിസ്റ്ററി എടുക്കുക. എങ്ങനെ ഈ ഒരു രാജ്യത്ത് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ല. ഇപ്പോൾ ഗോൾഡ് ഉണ്ടാവും, ഓയിൽ ഉണ്ടാവും. അപ്പോൾ ഈ ഓയിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇതാര് കണ്ടുപിടിച്ചു, പിന്നെ അവർക്ക് എന്താണ് സംഭവിച്ചത്. ഞാൻ ഇറാൻ്റെ ഓയിൽ ഹിസ്റ്ററിയിൽ BP എങ്ങനെ ഉണ്ടായി എന്നുള്ള കഥ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജിയോ BP എന്ന് പറഞ്ഞിട്ടുള്ള പെട്രോൾ പമ്പുകളൊക്കെ നമ്മൾ കാണില്ലേ. ഈ BP എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പെട്രോളിയം എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനി ആക്ച്വലി ഉണ്ടായത് ഇറാനിൽ നിന്നാണ്. അതായത് ബ്രിട്ടീഷുകാരായിരുന്നല്ലോ ഇറാനിലൊക്കെ ഓയിലും ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ആ കമ്പനി അവിടെ നിന്ന് ഉണ്ടാക്കിയ കമ്പനി പിന്നീട് മാറി BP എന്നുള്ള കമ്പനിയായി മാറിയതാണ്, ബ്രിട്ടീഷ് പെട്രോളിയം എന്നുള്ളത്. അപ്പോൾ ആരെങ്കിലും വിചാരിക്കും ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനി, പക്ഷേ ഉണ്ടായത് ഇറാനിൽ നിന്ന്. ഇതൊക്കെയാണ് ഈ ഓയിൽ ഹിസ്റ്ററീൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓയിൽ ഹിസ്റ്ററി നോക്കാൻ. അപ്പോൾ നമുക്കൊന്നും നോക്കാനില്ല, ഫസ്റ്റ് വെനസ്വേലയിലേക്ക് പോവാം. എന്താണ് അവിടെ പ്രശ്നം, എന്തുകൊണ്ടാണ് ദേ ആർ സ്റ്റിൽ ദ പൂറസ്റ്റ് കൺട്രി ആയി മാറിയത്, എന്താണ് സംഭവം, ആരാണ് ഹ്യൂഗോ ചാവേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, അതുപോലെ എന്താണ് ഈ സോഷ്യലിസം കാരണമാണോ തകർന്നത്, കമ്മ്യൂണിസം കാരണം തകർന്ന വേറൊരു രാജ്യമാണോ ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വെനസ്വേലയിൽ ആദ്യത്തെ ഓയിലിൽ അവിടെ ഒരു സംഭവം ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് മരക്കൈബോ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇതെല്ലാം ഇൻലാൻഡാണ് കേട്ടോ. മറ്റേ കടലിൽ പോകണോ അല്ലെങ്കിൽ കുന്നിൻ്റെ മേലെ പോകണോ ഡെസേർട്ടിൽ ഒന്നും പോകണ്ട, അവിടെയൊക്കെ ലാൻഡിലാണ് ഓയിൽ. 1908 തൊട്ട് 1900s സ്റ്റാർട്ടിങ്ങിലാണ് ഈ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. ആദ്യം അവിടെ ഓയിൽ കണ്ടുപിടിക്കാൻ ഉള്ള എക്സ്കവേഷനും മറ്റുള്ള എക്സ്ട്രാക്ഷനൊക്കെ മെയിനായിട്ട് നിന്ന കമ്പനി ഷെൽ പെട്രോളിയം അറിയാലോ. സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അത് ഇപ്പോഴത്തെ എക്സോൺ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഒരു ഓയിൽ കമ്പനി ഉണ്ട്. അപ്പോൾ ഈ എല്ലാം അമേരിക്കക്കാരാണ്. ഓക്കെ, അതായത് ഇറാനിൽ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാരാണ് പെട്രോൾ എടുത്തത്. അതേപോലെ ഇവിടെ മുഴുവൻ ഈ ഷെൽ കമ്പനിയും ഈ എക്സോൺ കമ്പനിയാണ് ഈ ആദ്യം ഓയിൽ കണ്ടുപിടിച്ചത്. അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കിയത് ഇവരാണ്. ലേക്ക് മരക്കൈബോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇത് നടക്കുന്നത്. ഫോറിൻ ഓയിൽ കമ്പനീസ് വന്നിട്ട് ഒരു രാജ്യത്തൊരു ഓയിൽ കണ്ടുപിടിച്ചാൽ എന്ത് സംഭവിക്കും? ഈ ഓയിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അതിനങ്ങനെ മുഴുവൻ കുറ്റം പറയാനും പറ്റില്ല. കാരണം ഈ ഓയിൽ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള സംഭവമാണ്. അതുപോലെ ടെക്നോളജിയും പരിപാടികളൊക്കെ ഇവരുടെ കയ്യിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരതിനെ മാക്സിമം ചൂഷണം ചെയ്യും, അതായത് മാക്സിമം യൂസ് ചെയ്യും. ഓഹോ, നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലല്ലേ, ഞങ്ങളുടെ കയ്യിലേ ഇതുള്ളൂ, വേണമെങ്കിൽ മതി, നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ തരണം, പ്രോഫിറ്റ് മെയിനായിട്ട് ഞങ്ങൾ എടുക്കും, നിങ്ങൾക്ക് ആദ്യമൊക്കെ എന്തെങ്കിലും നക്കപ്പിച്ച തരും, പിന്നെ നിങ്ങൾക്ക് പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീലുകളായിരിക്കും ഈ ആദ്യം സൈൻ ചെയ്യുക. അപ്പോൾ ആദ്യം ഇവർ മാക്സിമം അതിനെ എടുക്കും. അതേപോലെ ആദ്യം ഇവർക്ക് മാക്സിമം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും കുറേ ഉണ്ട്. ഓക്കെ, അതേപോലെ അപ്പം എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഡിക്റ്റേറ്റർ പോലത്തെ ഒരാളാണ് അവിടെ അന്ന് ഭരിച്ചത്. ഹുവാൻ വിസൻ്റെ ഗോമസ് എന്ന് പറഞ്ഞിട്ടുള്ള വെനസ്വേലിയൻ ഡിക്റ്റേറ്റർ പോലത്തെ ഒരാളാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. പുള്ളി അന്ന് ഡെമോക്രസി ഒന്നുമില്ല കേട്ടോ അവിടെ, 1900s ഏർലി 1900s. അപ്പോൾ എന്ത് ചെയ്ത് ഈ പ്രോഫിറ്റ് മുഴുവൻ പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഈ ഓയിലിൻ്റെ പ്രോഫിറ്റ് മുഴുവൻ പുറത്തും പോയി ഇവിടെ ഈ വെനസ്വേലയിലുള്ള കുറച്ച് എലീറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതായത് പൈസക്കാർ. ഈ ഹുവാൻ വിസൻ്റെ ഗോമസിൻ്റെ കുറച്ച് ആൾക്കാരും ഇയാളും അവർക്ക് മാത്രം പൈസ കിട്ടാൻ തുടങ്ങി. ബാക്കി എല്ലാവരും പാവപ്പെട്ടവരായിട്ട് ഇരുന്നു. ഈ പൈസ മുഴുവൻ പുറത്തും ഈ രാജാവിനും ഈ ഭരണത്തിലുള്ള ആൾക്കാരുടെ ഫ്രണ്ട്സിനും മാത്രം കിട്ടാൻ തുടങ്ങി. എല്ലാവരുടെയും നടക്കുന്ന കാര്യം തന്നെ. ഇമ്പീരിയൽ എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ് ഇവരതിനെ വിളിച്ചത്. ഇത് ഭാവിയിൽ ആവശ്യം വരും. അതായത് ഈ ഇമ്പീരിയൽ എക്സ്പ്ലോയിറ്റേഷൻ അന്നേ സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ഓയിൽ കണ്ടപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത് ഇത് ഇവരുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാവി
ഭാവിയിൽ ഇവർ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയോളജിയിൽ നിന്നിട്ടാണ് ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു തരാൻ വഴിക്ക് ഇമ്പീരിയൽ എക്സ്പ്ലോയിറ്റേഷൻ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അതായത് ഈ അമേരിക്കൻ കമ്പനീസൊക്കെ വന്നിട്ട് ഈ വെനിസ്വേലൻ്റെ ഓയിലും പ്രോഫിറ്റൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് കാലം കഴിഞ്ഞു അവിടെ ഒരു ഡെമോക്രസി എന്ന് പറയാൻ പറ്റില്ല, ഒരു കൈൻഡ് ഓഫ് ഡെമോക്രസി വന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമുണ്ട്, പുൻറ്റോ ഫിയോ പാക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. പുൻറ്റോ ഫിയോ പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പാർട്ടീസും കൂടെ അവിടെ, അപ്പം 3 പാർട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ 3 പാർട്ടീസും കൂടെ ഒരു പീസ്ഫുൾ ഡെമോക്രസി ഒരു എന്താ പറയുക ഒരു ഡീൽ ഉണ്ടാക്കിയതാണ്. അതായത് ആര് നിങ്ങൾ ഇലക്ഷൻ ജയിച്ചാലും ഞങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഈ ഡെമോക്രസി ഇലക്ഷനൊക്കെ ഞങ്ങൾ മര്യാദയ്ക്ക് നോട്ട് ചെയ്യും, അതിൽ ഇപ്പോൾ ഒരാൾ ജയിച്ചോ എന്നിട്ട് മറ്റുള്ള 2 പേര് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്റ്റ് ഉണ്ടാക്കിയതാണ് ഈ പുൻറ്റോ ഫിയോ പാക്റ്റ്. അതിനെന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, അവർ തന്നെ ഒരാൾ ജയിക്കും ഒരു തവണ, പിന്നെ അടുത്ത ആൾ വേറെ ജയിക്കും. അപ്പോൾ ഇവരിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡീല് പോലെ, അതായത് ഇവരൊക്കെ ഒരു പാർട്ടി പോലെയാണ്, പക്ഷെ പറയുമ്പോൾ 3 പാർട്ടിയാണ്. അവർ തമ്മിൽ തന്നെ ഒരു ഡീൽ ഉണ്ടാക്കിയിട്ട് അവർ തന്നെ നൈസായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. അതായത് ഈ ഓയിൽ മണി ഇപ്പോൾ മറ്റേ ഭരണാധികാരി രാജാവ് പോലത്തെ ആൾക്കാർക്ക്, ഡിക്റ്റേറ്റർ പോലത്തെ ആൾക്ക് ഒരാളെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരു പാർട്ടി 3 പാർട്ടി ഉണ്ട്, ആ ഷെയറിൽ മറ്റേ ഓയിൽ മണി ഷെയർ ചെയ്യുന്നത് ഇവർ തമ്മിലാണെന്നുള്ളൂ. മറ്റേ ആൾ ഒറ്റയ്ക്ക് എടുക്കും, ഇവർ 3 പേരും കൂടെ എടുക്കും. സിമ്പിൾ. ഇവരും യു എസിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടും യു എസ് കമ്പനികൾക്ക് വീണ്ടും അവർക്ക് പ്രോഫിറ്റ് കൊണ്ടുപോകാനും രാജ്യത്തിനൊന്നും കിട്ടില്ല. ആരാണോ ഭരിക്കുന്നത് അവർക്ക് ഈ ഓയിലിൻ്റെ ഷെയറും കിട്ടും, മറ്റുള്ള കമ്പനികൾക്കും കിട്ടും, പ്രൈവറ്റ് കമ്പനീസ് യു എസ് കമ്പനീസിനും കിട്ടും, ഇവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1970 ഒരു ഓയിൽ ബൂം അങ്ങോട്ട് വന്നു. ഓക്കെ, യോം കിപ്പൂർ വാർ, ഞാൻ മറ്റേ ഒരു ഇസ്രായേലിൻ്റെ പോഡ്കാസ്റ്റിലോ എന്തെല്ലോ പറഞ്ഞിട്ടുണ്ട്. യോം കിപ്പൂർ വാർ, അതായത് ഈ റമദാൻ പോലത്തെ ഈ നോമ്പെടുക്കണ എന്തോ ഒരു സംഭവമാണ്, ഈ ഫാസ്റ്റ് ചെയ്യണ എന്തോ ഒരു ഫെസ്റ്റിവലാണ് ഇസ്രായേലുകാരുടെ. ഓക്കെ, അപ്പോൾ അതിൽ ആ ഒരു സമയത്ത് കയറി ഈ അറബ് കൺട്രീസ് എല്ലാം പോയിട്ട് അറ്റാക്ക് ചെയ്തു. ആ ഒരു സമയമാകുമ്പോഴേക്കും ഒപ്പെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ആര്? ഈ വെനിസ്വേലയും ബാക്കിയുള്ള ഈ ഓയിൽ ഉണ്ടാക്കുന്ന കൺട്രീസൊക്കെ ഒപ്പെക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അറിയായിരിക്കും, ഓർഗനൈസേഷൻ ഫോർ പെട്രോളിയം എക്സ്പോർട്ടിങ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓയിലിൻ്റെ വില കൺട്രോൾ ചെയ്യാനും ഒരുപാട് കുറയാനും കൂടാണ്ടിരിക്കാനും സ്റ്റേബിളായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിൽ ആരൊക്കെ ഉണ്ട്? ഫസ്റ്റ് ഇറാനുണ്ട്, ഇറാഖുണ്ട്, കുവൈറ്റ് ഉണ്ട്, സൗദി ഉണ്ട്, വെനിസ്വേല ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1970 ഓയിൽ ബൂം എന്ന് പറഞ്ഞില്ല, അതായത് യോം കിപ്പൂർ വാർ നടന്നപ്പോൾ ഈ ഒപ്പെക് കൺട്രീസ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റിനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെസ്റ്റിലേക്ക് ഞങ്ങൾ എംബാർഗോ, അതായത് ഞങ്ങൾ ഓയിൽ ഇനി കൊടുക്കുന്നില്ല വെസ്റ്റ് കൺട്രീസിലേക്ക്, കാരണം വെസ്റ്റൊക്കെ ഇസ്രായേലിന് സപ്പോർട്ടല്ല, അപ്പോൾ ഞങ്ങൾ ഇനി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നു. അന്ന് $3 ഉണ്ടായിരുന്നു ബാരലിന്, $12 ക്വാഡ്രിപ്പിൾഡ് എന്നാണ് പറയുന്നത്. 3 പോയി 12. അപ്പോൾ ഒരു സംഭവം നടന്നു. അപ്പോൾ ഇവരുടെ കരക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ഒരു ക്യാപിറ്റലുണ്ട് വെനിസ്വേലൻ്റെ. അന്ന് ആൾക്കാർ കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നത് സൗദി ഓഫ് സൗത്ത് അമേരിക്ക എന്നാണ് വെനിസ്വേലിനെ വിളിച്ചുകൊണ്ടിരുന്നത്. കരാക്കസ് മറ്റുള്ള സിറ്റി ഉണ്ടല്ലോ, അന്നൊരു ബൂമിൽ കയറി 1970s. സ്കൈ സ്ക്രേപ്പേഴ്സും വലിയ വലിയ ബിൽഡിങ്ങും അൾട്രാ മോഡേൺ സംഭവങ്ങളും മയാമി പോലെ ഉണ്ടായിരുന്നു കാണാൻ എന്നാണ് പല ഈ ന്യൂസ് റിപ്പോർട്ടും പല ആൾക്കാരും ഈ കരാക്കസ് പോയി കണ്ടിട്ട് പറഞ്ഞത്. കാരണം പെട്രോളിൻ്റെ വില $3 $12. അപ്പോൾ ഫുൾ പൈസ ഈ ഇവർ കൊടുക്കുന്നില്ല. ആര്? അറബ് കൺട്രീസ് ഇപ്പോൾ വെസ്റ്റിന് കൊടുക്കുന്നില്ല. അപ്പോൾ വെസ്റ്റ് പിന്നെ അങ്ങോട്ട് പോവും, വെനിസ്വേലിൻ്റെ അടുത്തേക്ക് വരും. അതായിരുന്നു സംഭവം. അപ്പോൾ കൺട്രി റിച്ചായി, പക്ഷെ അപ്പോഴും ആൾക്കാർ പാവങ്ങളായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഭയങ്കര കുറവാണ്. അതായത് ഇവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ഓയിലുണ്ടല്ലോ. അപ്പോൾ ഇവർ ഇത്ര മണ്ടന്മാരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവർ വിചാരിക്കണത് ഞങ്ങളുടെ കയ്യിൽ ഓയിലുണ്ട്,
അപ്പോൾ രാജ്യത്തിൻ്റെ 90% എക്സ്പോർട്ടും ഓയിലാണ്. അതായത് ആ രാജ്യം ഓയിൽ എങ്ങാനും നിൽക്കുക അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തകർന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോൾ ഈ ദുബായും സൗദിയൊക്കെ ഇത്രയും ഇപ്പോൾ മറ്റേ സ്പോർട്സിനും സൗദി കുറേ സ്പോർട്സിനും ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ ഖത്തർ ഇപ്പോൾ വേൾഡ് കപ്പ് നടത്തിയതും സൗദിയിൽ നടത്താൻ പോകുന്നതും. അപ്പോൾ ഇതൊക്കെ റൊണാൾഡോനെ കൊണ്ടുവന്നതൊക്കെ ഈ സ്പോർട്സ് പരമായിട്ടും അല്ലാതെ ഈ ഇപ്പോൾ മറ്റേ അബുദാബിയിലോ എവിടെയോ മറ്റേ വിന്നിൻ്റെ വലിയൊരു കെസിനോ ഒക്കെ വരുന്നുണ്ട്, ഏത് ഗാംബ്ലിംഗ് ഒക്കെ എവിടെ സൗദിയിലല്ല അബുദാബിയിലാണെന്നോ തോന്നുന്നു, റിയാദിലോ അബുദാബിയിലോ എവിടെയാണ് കൃത്യമായിട്ടില്ല. വിന്നെന്ന് പറഞ്ഞിട്ടുള്ള ലാസ് വേഗസിലുള്ള വലിയ ഹോട്ടൽ ചെയിന ഈ ഗാംബ്ലിങ്ങും സംഭവമൊക്കെ. അപ്പോൾ അതിൻ്റെ വരുന്നുണ്ട്, നമുക്കത് നോക്കാം എവിടെയാണ്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഗാംബ്ലിംഗ് ഒക്കെ മിഡിൽ ഈസ്റ്റിൽ മര്യാദയ്ക്ക് കള്ള് പോലും കിട്ടില്ല, അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് വരുന്നത്. അപ്പോൾ അവർ എത്രത്തോളം അവരുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. വിൻ ഈസ് ഓപ്പണിംഗ് ഇൻ അൽ മർജാൻ ഐലൻഡ് യു എയിലാണ്, റാസൽ കൈമയിൽ 2027 ഓപ്പൺ ആവുമെന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ രണ്ടുമല്ല, റിയാദും അല്ല അബുദാബി അല്ല, റാസൽ കൈമയിലാണ് വരുന്നത് വിന്നിൻ്റെ. ഓക്കെ, അപ്പോൾ അവർ ഈ എന്താ പറയുക ഭയങ്കര റിലീജിയസ് കൺട്രിയാണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവത്തിൽ നിന്ന് അവർ മെല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, മെല്ലെ അവർ ഞങ്ങൾ കുറച്ച് മോഡേൺ കൺട്രിയാണ്, എല്ലാവരും വരൂ, വെസ്റ്റ് എന്നുള്ള ആൾക്കാർ വരൂ, ഇൻവെസ്റ്റേഴ്സ് വരൂ, റഷ്യക്കാർ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യൂ, അമേരിക്കക്കാർ ഇൻവെസ്റ്റ് ചെയ്യൂ, എല്ലാവരും വരൂ, ഇന്ത്യക്കാർ പിന്നെ ഓൾറെഡി ഉണ്ടല്ലോ അവിടെ, ഏതെങ്കിലും വരാത്ത ആൾക്കാർക്ക് വരൂ, പൈസ ഒക്കെ ഇവിടെ കൊണ്ട് കൊട്ടു. ഇപ്പോൾ ദുബായിൽ എല്ലാവരും റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്, എല്ലാ തെണ്ടികളും ഇതെടുത്ത ആ ഒരു അൽഗോരിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ കയ്യിൽ 1000 ദിർഹം ഉണ്ടോ, ഇതാ നിങ്ങൾക്ക് ഇതാ ഫ്ലാറ്റ്, അതാ ഫ്ലാറ്റ്, ഇതാവില്ല, മറ്റേത് മറിച്ചത് തന്നെ ഫുള്ള് എല്ലാവരും. ശരിക്കുള്ള ആൾക്കാരുണ്ടാവും, ശരിയല്ലാത്ത ആൾക്കാരും ഉണ്ട്. അവരാണ് ഈ ഫുള്ള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് ഞാൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബൂം ഉണ്ടാക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര റിയൽ എസ്റ്റേറ്റാണ്, ഇവിടെ സ്ഥലത്തിനൊക്കെ ഇത്ര ഡിമാൻഡാണെന്ന് ഇവർ ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാനാണ്. ഈ ഓയിൽ കൊണ്ട് മാത്രം ഇരുന്നാൽ നടക്കില്ല. അത് ആർക്ക് ബോധമുണ്ട്? ഈ ദുബായിലുള്ളവർക്കും സൗദിയിലുള്ളവർക്കും ബോധമുണ്ട്, കിട്ടിയില്ലേ? അപ്പോൾ അത് ഇവർക്ക് ബോധം പോയില്ല. അതാണ് നമ്മൾ ഇനി കാണുന്നത്. ഓക്കെ, ഇവർ ഈ ഓയിലും കൊണ്ടിരുന്നു, ഞങ്ങളുടെ കയ്യിൽ ഓയിലുണ്ട്, ഞങ്ങളിത് വിറ്റിട്ട് ഞങ്ങൾ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഒരിക്കലും ഒരു രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മാനുഫാക്ചറിങ്ങും ഇല്ല, പ്രൊഡക്ഷനും ഇല്ല, അവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. കുറച്ച് സമയമാകുമ്പോഴേക്കും ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫുഡോ അങ്ങനത്തെ എന്തെങ്കിലും അഗ്രികൾച്ചർ സംഭവമായിട്ടുള്ള സംഭവങ്ങൾ ആ നാട്ടിൽ ഉണ്ടാക്കുന്നതിനേക്കാളും അവർക്ക് എളുപ്പം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് മേടിക്കുന്ന. അതായത് ഒരു കൃഷി ചെയ്ത് ഒരു വലിയൊരു സംഭവം ചെയ്ത് ഒരു ഫാക്ടറി തുടങ്ങി ഇതൊക്കെ ചെയ്യുന്നതിനേക്കാളും എളുപ്പം അവർക്ക് ഇമ്പോർട്ട് ചെയ്യണം. അവൻ്റെ അത്ര പൈസ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്ത് ഒക്കെ അവിടെ നിർത്തിക്കോ, ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നു. ഈ ഓയിലിനെ നമ്പിയിട്ടിരുന്നു. ഈ ഓയിലിനെ ഒരുപാട് നമ്പാൻ പാടില്ല. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണിത്. അവിടെയാണ് ഈ ദുബായ് സൗദിയെ കുറിച്ച് വ്യത്യസ്തമാകുന്നത്. പിന്നെ അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്, അത് വേറൊരു വ്യത്യസ്തത. അങ്ങനെ സൗദി ഓഫ് സൗത്ത് അമേരിക്ക എന്നാണ് 1970s ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. ബൊലിവാർ എന്ന് പറഞ്ഞാൽ അവരുടെ കറൻസി. ബൊലിവാറൊക്കെ കേരി അടിച്ചു. ഓക്കെ, അത്രയും റിച്ച് കൺട്രിയായി മാറി. അപ്പോഴും അവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റീഷ്യന്മാർ നല്ലോണം കാശടിക്കുന്നുണ്ട്. ഈ കുറേ ഓയിൽ ഡീലൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നുണ്ട്, കുറേ അണ്ടർഗ്രൗണ്ട് ഓയിൽ ഡീൽസ് നടക്കുന്നത്. അതായത് ഈ കുറച്ച് അവിടെ നിന്നൊക്കെ ഇവർ തന്നെ എടുത്തിട്ട് ഇവർ തന്നെ വെക്കും. ഓക്കെ, ഇവർ തന്നെ വിറ്റ് ആ പൈസ ഒന്നും മറ്റേ സെൻട്രൽ ബാങ്കിൽ കൂടെയോ അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിൽ കൂടെയോ വരില്ല, അതൊക്കെ മറ്റേ ക്യാഷായി മേടിക്കുക. അങ്ങനത്തെ പരിപാടികൾ, ഷെയ്ഡി ഓയിൽ ഡീൽസ് ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. കാരണം അത്രയും പൈസയും ഇത് മറ്റേ ഇപ്പോഴത്തെ സ്വർണം പോലെയാണ്. അന്ന് ഈ പെട്ടെന്ന് $3 ഉണ്ടായത് $12 ആവുന്ന ചില്ലറ കാര്യമല്ല. അവിടുത്തെ മാനുഫാക്ചറിങ്ങും അവർ ഒഴിവാക്കി, ഫാമിങ്ങും അഗ്രികൾച്ചർ വൈസും എല്ലാവരും ഒഴിവാക്കി.
ഇനിയിപ്പോൾ അവിടെ അഗ്രികൾച്ചർ പണി ചെയ്യാൻ എന്തെങ്കിലും ലാൻഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയില്ല. അവർ അഗ്രികൾച്ചറൊക്കെ ഒഴിവാക്കി എന്നൊക്കെ പറയണം. വട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ഒരു ഐഡിയ ഇല്ല. പിന്നെയാണ് അവിടെ വേറെ ഒരു ആൾ വരുന്നത്. ഇയാളാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആൾ, കാർലോസ് ആന്ദ്രേസ് പെരസ്. ഓക്കെ, കാർലോസ് ആന്ദ്രേസ് പെരസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ പ്രസിഡൻറ്റ് വരികയാണ്. 2 ടേം പുള്ളി ഇരുന്നിട്ടുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് ടേം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 1974 തൊട്ട് 1979 വരെയാണ് പുള്ളി ഇരുന്നത്, ഫസ്റ്റ് ടേം കേട്ടോ. ഈ പുള്ളി വരുന്നത് ദ ഗ്രേറ്റ് വെനിസ്വേല, ലാ ഗ്രാൻ വെനിസ്വേല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് വരുന്നത്. അതായത് ഇത്രയും പൈസ ഈ ഹൈയിൽ നിൽക്കുന്ന സമയത്താണ് പുള്ളി വരുന്നത്. പുള്ളി വരുമ്പോൾ നോക്കുമ്പോൾ കുറേ പൈസ, കുറേ അത് ഇത്. പുള്ളി അപ്പോൾ ഒരു അബദ്ധം ചെയ്തു. നമുക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. 1953 എങ്ങാണ്ട് ഇറാനിൽ മുഹമ്മദ് മൊസാഡെ എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ എന്തോ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണലൈസ്ഡ് ചെയ്തു ഓയിൽ. അതായത് ഇനി മുതൽ പുറത്തെ കമ്പനികളൊന്നും ഇവിടുന്ന് എടുത്തിട്ട് പോകണ്ട, ഞങ്ങളുടെ നാട്ടിലല്ലേ ഓയിലുള്ളത്, ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ളൊരു സംഭവമാണ് ഈ നാഷണലൈസിങ് ഓയിൽ എന്ന് പറയുന്ന സംഭവം. 1976 വെനിസ്വേല നാഷണലൈസ്ഡ് ദ ഓയിൽ. ഇറാനിൽ എന്ത് സംഭവിച്ചു, വെനിസ്വേലയിൽ എന്ത് സംഭവിച്ചു, രണ്ടും എടുത്ത് നോക്കുക, അതിൻ്റെ പാരലൽസ് കണ്ടുപിടിക്കുക. വെനിസ്വേലയിൽ ഈ നടക്കാൻ പോകുന്നത് ഇപ്പോൾ പറഞ്ഞുതരാം. ഇറാനിൽ എന്താ നടന്നത് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞാൽ, CA ഇറാനിൽ പോയിട്ട് ഈ മുഹമ്മദ് മൊസാഡേനെ പുറത്താക്കിയിട്ട് ഷാ എന്ന് പറഞ്ഞിട്ടുള്ള അമേരിക്കൻ സപ്പോർട്ടിലുള്ള ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിനെ അവിടെ അപ്പോയിൻ്റ് ചെയ്തു. ചുമ്മാ പറയുന്നതല്ല, ഓപ്പറേഷൻ അയാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷനാണത്. അതിൽ MI6ഉം ബ്രിട്ടീഷ് ഇൻ്റലിജൻസും CA അവിടെ പോയി കലാപുണ്ടാക്കി ആൾക്കാരെ തമ്മിൽ അടുപ്പിച്ച് അവിടുത്തെ പ്രസിഡൻറ്റോ പ്രൈം മിനിസ്റ്ററോ എന്തോ ആണ് ഈ മൊസാഡെ എന്ന് പറഞ്ഞ ആൾ, അയാൾക്കെതിരെ പ്രക്ഷോഭമൊക്കെ ഫേക്ക് പ്രക്ഷോഭം ഉണ്ടാക്കി താഴെ ഇറക്കി. അതാണ് അവിടെ ചെയ്തത്. ഇവിടെയും അതിൻ്റെ വേറൊരു വേർഷൻ ചെയ്തു എന്നുള്ളൂ പറഞ്ഞത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവരും ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എല്ലാ ചെറിയ ചെറിയ കാര്യം പോലും ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇവർ കേട്ടോ. കാരണം അത്രയും പൈസ അവരുടെ കയ്യിലാണ്. ഓയിൽ നാഷണലൈസ് ചെയ്തു, ഇനി അതിൻ്റെ പ്രോഫിറ്റും പുറത്ത് പോകണ്ട. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ എക്കണോമിക്കൽ പരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്റ്റ് കൂടി. അതായത് മേടിക്കുന്നത്, പൈസ ബോറോ ചെയ്യണത് കൂടി. കാരണം ഇവർ ഭയങ്കര കോൺഫിഡൻ്റിലല്ലേ, ഞങ്ങളുടെ കയ്യിൽ ഓയിലുണ്ട്, ഓയിൽ ഇപ്പോൾ ഇതാണ് വില, ഇനി ഫുൾ ടൈം ഓയിൽ ഈ വിലയായിരിക്കും എന്നും പറഞ്ഞിട്ട് ഇവർ കണ്ടവാനം പൈസ മേടിക്കാൻ തുടങ്ങി. ബോറോയും കൂടി, ഡെപ്റ്റ് കൂടി. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1980s ഓയിലിൻ്റെ ഒരു ഇടിവ്, വിലയിൽ ഒരു ഇടിവ് വരുന്നത്. ദ ഓയിൽ ക്രാഷ് ഓഫ് 1980s എന്നിട്ട് നോക്കിയാൽ മതി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റിസഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഈ അമേരിക്കയിൽ ആ സമയത്ത് ഭയങ്കര ഇൻഫ്ലേഷനായിട്ട് ഇവരുടെ ആ ഒരു ഫെഡറൽ റിസർവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമില്ലേ, മറ്റേ ജ്യൂസ് ഉണ്ടാക്കിയ സാധനം, അവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. ദേ ഹാവ് റേസ്ഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ടു ഫൈറ്റ് ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷൻ ഭയങ്കര ഹൈ ആയി, ഭയങ്കര എക്സ്പോണൻഷ്യലി ഹൈ ആയി. അപ്പോൾ അതിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണ് ചെയ്തത്. അത് പണി അങ്ങോട്ട് പാളി. കാരണം ആ ഒരു സമയമാകുമ്പോഴേക്കും എന്താണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1980s ആകുമ്പോഴേക്കും അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ 1979 ഇറാനിൽ മറ്റേ ഇസ്ലാമിക് റവല്യൂഷനൊക്കെ വന്ന് നമ്മുടെ മറ്റേ ആൾക്ക് ഉണ്ടല്ലോ, ആ ആളൊക്കെ വന്ന് ഇസ്ലാമിക് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ഇറാനെ എല്ലാവരും വിലക്കിയിരിക്കുന്ന സമയമായിരുന്നു. ഓക്കെ, ആ ഒരു സമയത്ത് ഭയങ്കര ഹൈ ആയി. അത് അന്ന് $12 ഉണ്ടായിരുന്നത് ഇപ്പോൾ $35 to $40 ഒരു ബാരലിന് ഓയിൽ. ഓൾ ടൈം ഹൈ ആയിരുന്നു ആ ഒരു സമയത്ത്. ഈ ഇറാൻ്റെ എംബാർഗോ ഒക്കെ വന്നപ്പോൾ ഇറാൻ എല്ലാവരും നിങ്ങളുടെ ഓയിലൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടല്ലോ. ഈ വെസ്റ്റാണ് ഇത് മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ആ സമയത്തും റഷ്യയും ചൈനയൊക്കെ നൈസായിട്ട് ഇറാൻ്റെ ഓയിലൊക്കെ പോയി എടുക്കുന്നുണ്ട്, ഇന്ത്യക്കാരും എടുത്തു എന്നൊക്കെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് സംഭവം. അപ്പോൾ ആ ഒരു അത്രയും ഹൈയിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഇടിവ് അങ്ങോട്ട് വരുന്നത്. വെസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമേരിക്കയും ഈ ബ്രിട്ടനും മറ്റുള്ളവരൊക്കെയാണ് ഈ വെസ്റ്റ് എന്നവർ ഉദ്ദേശിക്കുന്നത്. അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ്, ലോകത്തെ ഏറ്റവും വലിയ കൺസ്യൂമേഴ്സ് അവരാണല്ലോ, അവരെന്ത് ചെയ്ത് ഈ ഇറക്കുമതി, ഓയിൽ ഇറക്കുമതി കുറച്ചു.
അവർ കുറച്ചാൽ തന്നെ മതി, അത് ഭയങ്കര ഒരു ഇഷ്യൂ ആവും. അതേപോലെ ഫ്യൂവൽ എഫിഷ്യൻറ്റ് കാറുകളും, അതായത് എക്കണോമിക്കൽ പരമായിട്ടുള്ള പരിപാടികളൊക്കെ അവർ നോക്കാൻ തുടങ്ങി. പണ്ടത്തെ ആ ഒരു ലാവിഷ് ഇതൊന്ന് വിട്ടു. അപ്പോൾ എന്ത് ചെയ്തു, നല്ലോണം വില ഇടിഞ്ഞു. അപ്പോൾ ഈ ഒപ്പക്കിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഒപ്പക്കാണ് ഈ ഓയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സൗദി പറഞ്ഞു, സൗദിക്ക് അപ്പോൾ കുറച്ച് വിവരമുണ്ട് കേട്ടോ. സൗദി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പ്രൊഡക്ഷൻ കുറച്ച് കുറയ്ക്കാം, എന്നാൽ നമുക്ക് ഈ വില സ്റ്റേബിളായിട്ട് നിലനിർത്തി കൊണ്ടുപോകാം, ഓക്കെ, നമുക്ക് അത് ചെയ്താലോ എന്ന് പറഞ്ഞു. പക്ഷേ വേറെ കുറച്ച് രാജ്യങ്ങളുണ്ട്, ഈ വെനിസ്വേല, ഇറാൻ, നൈജീരിയ പോലത്തെ വേറെ ഓയിൽ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവർ ഇഷ്ടം പോലെ പൈസ ഡെപ്റ്റ് കൂടി ഒരു മറ്റവിടെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ പൈസ അടക്കി കൊടുക്കണം. പൈസ ഇല്ലാണ്ടിരുന്നാൽ അവിടുത്തെ രാജ്യം മുന്നോട്ട് പോയില്ല, കാരണം അവർക്ക് വേറെ ഒന്നുമില്ല, ഓയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറ്റില്ല, ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ മുന്നോട്ട് ഇതേ രീതിയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ കൊണ്ടുപോയി. ആ കൊണ്ടുപോയത് പാളി, $10 ചുരുങ്ങി. 1960s എന്തോ ആണ് $12 എന്ന് പറഞ്ഞത്. അതിപ്പോൾ അതിനേക്കാളും കുറഞ്ഞു, $10, പകുതിൻ്റെ പകുതി. അങ്ങനെയാണ് 1980s ഗോൾഡൻ എറ ഓഫ് വെനിസ്വേല അവസാനിക്കുന്നത്. ഈ ഓയിൽ വില എന്ന് ഇടിഞ്ഞോ അതോടെ അവർ അവസാനിച്ചു. ഇനിയാണ് വെനിസ്വേലൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത്. അതായത് ഈ കാർലോസ് സാന്തോസ് പെരസ് രണ്ടാമത് ഇലക്ഷനിൽ ജയിച്ചിട്ടുണ്ട്, 2 ടേം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ 1989 പുള്ളി എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഡെപ്റ്റ് കൂടി വരികയില്ല, പിന്നെ പൈസയും ഇല്ല, ഓയിൽ ആർക്കും വേണ്ട, $10 ഉള്ളൂ, ഒരു വിലയില്ല. അപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ IMFനെ വിളിച്ചു. IMFനെ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു. IMF വെറുതെ പൈസ കൊടുക്കുമോ? ഇല്ല. അവരുടെ കുറച്ച് കാര്യങ്ങളും അവരുടെ കുറച്ച് പോളിസീസ് അംഗീകരിച്ചാൽ മാത്രമേ പൈസ കൊടുക്കുള്ളൂ. അവർ മുന്നോട്ട് വെച്ച പോളിസീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോ ലിബറൽ ഐഡിയാസാണ്, അല്ലെങ്കിൽ നിയോ ലിബറൽ എക്കണോമിക് പോളിസീസാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് ഇവർ ഭയങ്കര സബ്സിഡീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സബ്സിഡീസ് പറഞ്ഞാൽ മറ്റേ ഇപ്പോൾ നമ്മുടെ റേഷൻ കട എന്നൊക്കെ പറയില്ല, അത് അരി വെറുതെ കൊടുക്കുക, അരി ഒരു രൂപയ്ക്ക് കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഇല്ലേ. അതായത് ജനങ്ങൾക്ക് ഫ്രീ ബീസ് അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സബ്സിഡീസൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. ഗ്യാസിന് സബ്സിഡി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ. അതായത് ഒരു സംഭവത്തിന് ശരിക്കും വിലയുണ്ട്, പക്ഷേ ഗവൺമെൻറ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറച്ച് വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പൈസ കൊടുത്തിട്ട് നമുക്ക് വേണ്ടിയിട്ട്, നമ്മളോട് ടാക്സ് തന്നെയാണ് അവർ ചെയ്യണത്, അല്ലാണ്ട് അവരിപ്പോൾ ഉണ്ടാക്കി ചെയ്യുമൊന്നുമല്ല. പക്ഷേ അതാണ് സംഭവം, അതിനാണ് സബ്സിഡി എന്ന് പറയാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ജസ്റ്റ് പറഞ്ഞതൊന്നുമില്ലൂ. സബ്സിഡീസ് വെട്ടിച്ചുരുക്കാൻ പറഞ്ഞു IMF. ഫ്രീ മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫ്രീ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഗ്ലോബലൈസേഷൻ്റെ വേറൊരു ഫോം, അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ വെൽക്കം ചെയ്യണം എന്നുള്ളൊരു നിബന്ധന വെച്ചു. അങ്ങനെയൊക്കെയാണ് ഈ IMF കൊടുക്കുക. ഇപ്പോൾ IMF പാകിസ്ഥാന് പൈസ കൊടുത്തു എന്നൊക്കെ പറയില്ലേ, വെറുതെ എടുത്ത് കൊടുക്കുമെന്നല്ല, അവർ കുറച്ച് കാര്യങ്ങൾ പറയും. ഇതൊക്കെ പബ്ലിക്കലി പറയും, മറ്റേ ബാക്ക് റൂം ടോക്സ് എന്നൊക്കെ പറയില്ല, അതിൽ പോയിട്ട് പറയും, ഇത്ര വെപ്പൺ ഇവർ അമേരിക്കയിൽ നിന്ന് മേടിക്കണം, ഇത്ര വെപ്പൺ ഇവരുടെ നിന്ന് മേടിക്കണം, ഇസ്രായേലിൻ്റെ കുറ്റമൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ കുറച്ച് നിബന്ധനകൾ അപ്പുറത്തുണ്ടാവും. അപ്പം അങ്ങനെയാണ് ഈ മൊത്തത്തിൽ ഈ IMF പൈസ കൊടുക്കുന്നത്. അത് ഒരു വലിയൊരു നെഗറ്റീവ് സംഭവമായി മാറി. ആർക്ക്? വെനിസ്വേലയ്ക്ക്. നമുക്ക് വേണമെങ്കിൽ പറയാം ഈ IMF അല്ലെങ്കിൽ അവരുടെ ഡെപ്റ്റ് കൂടി ഭയങ്കര പ്രശ്നത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ ഈ IMFൻ്റെ ഇങ്ങനത്തെ കുറേ പോളിസീസും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ദാറ്റ് ഈസ് ദ ലാസ്റ്റ് നെയിൽ ഇൻ ദ കോഫിൻ എന്ന് പറയുന്നത്. അതായത് തീർത്തു അവർ ഈ IMF കാരണം അങ്ങോട്ട് പൊളിഞ്ഞ് പണ്ടാരം അടങ്ങി. ഇത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല? ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കെരക്കാസോ അപ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്രൈസിങ് ഉണ്ട്. അതായത് ഒരു കലാപം, നാട്ടുകാരൊക്കെ ഇറങ്ങി ഭയങ്കര പ്രശ്നമായി. കറൻസി ഡീവാല്യൂ ചെയ്തു. അതായത് ആകെ ഒന്നാമത് ഡെപ്റ്റ് കൂടുതൽ, പിന്നെ അവരുടെ നാട്ടിലുള്ള പ്രശ്നം, ഈ IMFൻ്റെ കുറേ പുതിയ പരിഷ്കാരങ്ങൾ എല്ലാം കൂടി ആയപ്പോൾ ബും. ഇതെല്ലാം ചെയ്യുന്നത് ഇയാൾ ഈ രണ്ടാമത് ഇലക്ഷൻ, ഈ കാർലോസ് ആന്ത്രസ് പെരസ് രണ്ടാമത് എലക്ട് ചെയ്ത് വന്നു എന്ന് പറയില്ല, വന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾ അയാൾ വന്നതും IMF പോയി പൈസ മേടിച്ചു. ദിസ് ഈസ് ഓൾ സം ഷെയ്ഡി.
ഇതൊക്കെയാണ് നടന്നത്. അന്നത്തെ റൈറ്റ്സിലും അന്നത്തെ ഈ കരക്കാസോ അപ്രൈസിങ്ങിലും ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാട് പേര് മരിച്ചു. ഈ IMFൻ്റെ എക്കണോമിക് ക്രൈസിസ് സോഷ്യൽ എക്സ്പ്ലോഷൻ, അതായത് IMFൻ്റെ ഈ സോഷ്യൽ എക്കണോമിക്കൽ ക്രൈസിസിനെ അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ എക്സ്പ്ലോഷനാക്കി അവർ മാറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണ് നമ്മുടെ 1992 ഹ്യൂഗോ ചാവേസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ വരുന്നത്. അയാൾ ലിeutenant കേണലായിരുന്നു. അയാൾ വെറുതെ വരികയല്ല, അയാൾ ഒരു മിലിറ്ററി അട്ടിമറി, മിലിറ്ററി കൂ കൊണ്ടാണ് വരുന്നത്. ഫെയിൽഡ് കൂ ആയിരുന്നു അത് കേട്ടോ. അതായത് അവർക്ക് അട്ടിമറി നടത്താൻ പറ്റിയില്ല 1992. അയാളെ പിടിച്ച് ജയിലിലിട്ടു. 1994 ജയിലിലിട്ടു. അപ്പോൾ തന്നെ അയാൾ വിട്ടു. അയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൊളിവേറിയൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊണ്ടാണ് പിന്നീട് അയാൾ വരുന്നത്. 1994 എല്ലാം വിട്ടതിന് ശേഷം അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ സിമോൺ ബൊളിവാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അയാൾ ഈ ഇൻഡിപെൻഡൻറ്റ് സൗത്ത് അമേരിക്കൻ, അതായത് ഈ സൗത്ത് അമേരിക്ക വെറുതെ ഈ നോർത്ത് അമേരിക്കനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ട ഒരു കൺട്രീസ് അല്ല. അത് നിങ്ങൾ നോക്കിയിട്ടുണ്ട്. ഈ എപ്പോഴും ക്യൂബ ആയാലും ഈ വെനസ്വേല ആയാലും കൊളംബിയ ആയാലും, കൊളംബിയയിൽ കുറേ ഡ്രഗ്സ് ഉണ്ടെന്നുള്ള. അപ്പോൾ ഈ എല്ലാം ഈ നോർത്ത് അമേരിക്കയ്ക്ക് കൊക്കൈൻ ഉണ്ടാക്കി നോർത്ത് അമേരിക്ക കൊടുക്കുകയാണ് കൊളംബിയൻ്റെ പണി. അങ്ങനെ ഈ എല്ലാം ഈ നോർത്ത് അമേരിക്കയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ചെഗുവേരിൻ്റെയും ഫിഡൽ കാസ്ട്രോൻ്റെയൊക്കെ നാടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സോഷ്യലിസം ഇവരിന് ഒട്ടും താല്പര്യമില്ല. അവിടുത്തെ ക്യാപിറ്റലിസത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ടീംസാണ് ഈ സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം. അപ്പോൾ അവിടുത്തെ അതിന് സെപ്പറേറ്റ് ആക്കണം, ഒരു ഇൻഡിപെൻഡൻ്റ് ഒരു സംഭവം ആക്കണം സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞ ആളാണ് സിമോൺ ബൊളിവാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അപ്പോൾ അയാളുടെ ആ ഒരു ഐഡിയോളജീനെ ഒന്ന് നൈസാക്കി എടുത്ത് കുറച്ച് സോഷ്യലിസം അതിൽ ആഡ് ചെയ്തിട്ടാണ് സോഷ്യലിസം, നാഷണലിസം, ആൻറ്റി അമേരിക്കൻ, ഈ 3 സംഭവമാണ് മെയിനായിട്ട് ഈ ബൊളിവേരിയൻ റവല്യൂഷനിൽ ഉണ്ടായിരുന്നത്. വീണ്ടും ഇലക്ഷൻ വന്നു. 1998 ഹ്യൂഗോ ചാവേസ് ജയിച്ചു. അതൊരു വൻ വിക്ടറി ആയിരുന്നു. ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് ഹ്യൂഗോ ചാവേസ് വന്നത്. ഹ്യൂഗോ ചാവേസാണ് ഈ മെയിൻ അമേരിക്കൻ്റെ ശത്രു എന്ന് ഞാൻ പറഞ്ഞു. അത് എങ്ങനെ ആവണം എന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു കഥയാണ്. അപ്പോൾ അയാൾ വന്നിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 1999 ഒരു പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഉണ്ടാക്കി. അയാൾ ഫുൾ അട്ടിമുടി മാറ്റി. അയാൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഈ ഇമ്പീരിയൽ, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞില്ല, ഈ ഇമ്പീരിയൽ എക്സ്പ്ലോയിറ്റേഷനെതിരെ ജനങ്ങൾക്കും അത് മടുത്തു. ഈ ആൾക്കാർ ഈ ഇവിടുന്ന് പിന്നെ പൈസ ഉണ്ടാക്കി പുറത്ത് പോകുന്നതും ഈ പുറത്തത് ഏതോ ടീംസൊക്കെ വന്ന് ഇവിടെ പൈസ ഉണ്ടാക്കുന്നതൊക്കെ ആൾക്കാർക്ക് മടുത്തിട്ട് ഇയാൾക്കും അതിനോട് ഭയങ്കര എതിർപ്പായിരുന്നു. ക്യൂബ, ഫിഡൽ കാസ്ട്രോൻ്റെ അടുത്തൊക്കെ ഭയങ്കര ഒരു ലിങ്ക് ഓഫ് ദി ലിങ്ക് ഒക്കെ ഉണ്ടാക്കി. ഇയാൾ 1998 ജയിച്ചിട്ട് 2002 ആകുമ്പോഴേക്കും 2002 ഒരു സംഭവം വീണ്ടും CIA അട്ടിമറി. CIA കൂ നടക്കുന്നത് ഏപ്രിൽ 11 അല്ല ഏപ്രിൽ 1, ഏപ്രിൽ 1 11 ഏപ്രിൽ 1 തോന്നുന്നു. ഏപ്രിൽ 1, 2022 ഒരു CIA അട്ടിമറി നടക്കുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഹ്യൂഗോ ചാവേസും അതിൻ്റെ അയാളുടെ സപ്പോർട്ടേഴ്സും, ബാക്കിയുള്ളത് എലീറ്റ്സും, അതായത് വെനിസ്വേലയിലുള്ള പൈസക്കാരും ബിസിനസ് മാൻ ഒരുപാടുള്ള ആൾക്കാർ. 42 മണിക്കൂറാണ് ഈ ഒരു അട്ടിമറി നിന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഒരുപാട് പേര് മരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവർ മാർച്ച് ചെയ്തു, ഹ്യൂഗോ ചാവേസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് മാർച്ച് ചെയ്തു. അതിൽ കുറേ പേര് വെടിവെക്കും, കലാപമൊക്കെ നടന്നു. 12 പേര് മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പെഡ്രോ കർമോര എസ്റ്റാൻഗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിസിനസ് ആളുണ്ട്. അപ്പോൾ ഇയാളിനെയാണ് അവർ ഒരു അടുത്ത പ്രസിഡൻ്റാക്കി വയ്ക്കാനാണ് നോക്കിയത്. ഇത് US അംബാസഡർ, ആ സമയത്തുള്ള US അംബാസഡറിന് ഈ കാര്യം അറിയായിരുന്നു. ബിൽ ക്ലിൻ്റൺ ആണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ്. അപ്പോൾ പുള്ളിയും ഈ പെഡ്രോ കർമോര എസ്റ്റാൻഗ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് വൻ സപ്പോർട്ടായിരുന്നു, ഓപ്പൺലി സപ്പോർട്ടായിരുന്നു. 48 മണിക്കൂർ നിന്നുള്ളൂ. നേരെ മാർച്ച് ചെയ്ത് അങ്ങോട്ട് പോയി. കുറേ, അതായത് ഹ്യൂഗോ ചാവേസിന് എതിരെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരിനെല്ലാവരും കൂടി ഒരുമിച്ച് പോയി ഇയാളിനെ വേറൊരു ഐലൻഡിലേക്ക് കൊണ്ടുപോയി. ഹ്യൂഗോ ചാവേസിനെ വേറൊരു ഐലൻഡിലേക്ക് കൊണ്ടുപോയി. ഇയാൾ റിസൈൻ ചെയ്തു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ പെഡ്രോ കർമോര എസ്റ്റാൻഗിനെ
ഇൻറ്ററിം പ്രസിഡൻ്റാക്കി നിയമിച്ചു. ബിൽ ക്ലിൻ്റണൊക്കെ അതിന് ഇൻറ്ററിം പ്രസിഡൻറ്റിനെ അംഗീകാരം കൊടുത്തു. എല്ലാം ഓക്കെ ആയി. 42 മണിക്കൂർ നിന്നുള്ളൂ. ഏപ്രിൽ 14 തീയതി അപ്പോൾ 11 തീയതി തന്നെയാണ് കേട്ടോ ഇത് നടന്നത്. ഏപ്രിൽ 14 തീയതി എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഹ്യൂഗോ ചാവേസിൻ്റെ സപ്പോർട്ടേഴ്സ് വീണ്ടും സ്റ്റോം ചെയ്തു. വീണ്ടും വലിയൊരു മാർച്ച് നടത്തി. ഈ കർമ്മോര എസ്റ്റാൻകിനെയൊക്കെ തൂക്കിയെറിഞ്ഞു. വീണ്ടും ഹ്യൂഗോ ചാവേസ് തന്നെ പ്രസിഡൻ്റായി. അപ്പോൾ ഒരു കൂ നടത്തി CAA അതിനെ വീണ്ടും തോൽപ്പിച്ചു. ആ അട്ടിമറിനെ വേറൊരു അട്ടിമറി കൊണ്ട് തോൽപ്പിച്ചു ഹ്യൂഗോ ചാവേസ്. ഇതിനിടയിലെ കുറച്ച് പേര് മരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും കൂടെ ആയപ്പോൾ ഹ്യൂഗോ ചാവേസിന് മറ്റേ സാധനം ഇറങ്ങി. ഇനി അമേരിക്കൻ്റെ നാശം കണ്ടിട്ടേ ഞാൻ ഇനി ഇവിടുന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞത്. കാരണം അമേരിക്കക്കാർ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്തത്, അതെല്ലാവർക്കും അറിയാം. അമേരിക്കയിൽ ചോദിച്ചാൽ അവരില്ല എന്നൊക്കെ പറയും, ഇപ്പോൾ പറയും. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ അവർ അംഗീകരിക്കും. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നല്ലേ ഉള്ളൂ. എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കളി ഇങ്ങോട്ട് കളിച്ചു. അതായത് എല്ലാം ഇയാളിനെ വിശ്വാസം ഇല്ലാത്ത എല്ലാവരുടെയും ഫയർ ചെയ്തു. 2003 തൊട്ട് 2007 വരെ ഈ PDVSA എന്ന് പറയും, അതായത് സ്റ്റേറ്റ് ഓയിൽ കമ്പനിയാണ്. ഈ വെനസ്വേലൻ സ്റ്റേറ്റ് ഓയിൽ കമ്പനീനെ നാഷണലൈസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. നാഷണലൈസ് ചെയ്യുക പറഞ്ഞാൽ ഇനി ഫോറിൻ വേണ്ട, ഞങ്ങൾ തന്നെ ഇവിടെ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ ഓയിൽ വിറ്റോളാം, നിങ്ങളുടെ സഹായമൊന്നും വേണ്ട എന്ന് പറയുന്ന സംഭവമാണ്. അതിൻ്റെ പേര് PDVSA എന്നാണ്. ഫുൾ ഫോം നിങ്ങളൊക്കെ ആയിരിക്കും, അതൊന്നും നോക്കണ്ട. PDVSA എന്ന് പറഞ്ഞിട്ടുള്ള അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ് വെനസ്വേലിൻ്റെ അകത്ത്. അതായത് അവർ തന്നെ ഒരു രാജ്യം പോലെയാണ്, അവർക്ക് അത്രയും പവറാണ്. ഈ PDVSA എന്നുള്ള ഈ സ്റ്റേറ്റ് റൺ ഓയിൽ കമ്പനിയിൽ നിന്നാണ് അവർക്ക് പൈസ കിട്ടുന്നത്. ആർക്ക്? ഈ വെനിസ്വേലയ്ക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനും രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസ കൊടുക്കുന്നത് ഈ കമ്പനിയാണ്. ഈ സ്റ്റേറ്റ് റൺ കമ്പനി തന്നെയാണ്, പക്ഷെ അവരാണ് കൊടുക്കുന്നത്. പക്ഷെ അവർക്കും അപ്പം നല്ല പവറുണ്ട്. അതിലുള്ള 18,000 വർക്കേഴ്സിനെ ഫയർ ചെയ്തു എന്നാണ് പറയുന്നത് ഹ്യൂഗോ ചാവേസ്. ഓക്കെ, അതിനെയൊക്കെ ഫയർ ചെയ്തിട്ട് ഇയാളുടെ ലോയലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരനെ വെച്ചു, ഇയാൾക്ക് താല്പര്യമുള്ള ആൾക്കാരനെ വെച്ചു. ഓയിൽ പ്രൈസ് വീണ്ടും ബൂം വന്നു. 2000 സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീണ്ടും ബൂം വന്നു. 2000-ൻ്റെ ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ബൂം വന്നു. എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഈ ഒരു ഓവർ സോഷ്യലിസത്തിൻ്റെ ഒരു സംഭവം വരുന്നത്. സോഷ്യലിസം ഈസ് ഗുഡ് വെൻ ഇറ്റ് കംസ് ഇൻ മോഡറേറ്റ് സംഭവം. ഈ ഒരുപാട് സോഷ്യലിസം ചെയ്ത് കഴിഞ്ഞാൽ അതുതന്നെയാണ് റഷ്യയ്ക്കും പറ്റിയത്, അതുതന്നെയാണ് ഇവിടെയും പറ്റുന്നത്. ഒരുപാട് സോഷ്യലിസം ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് വർക്ക്. അത് വർക്ക് ആവാതിരിക്കാൻ അമേരിക്കക്കാർ മാക്സിമം നോക്കുകയും ചെയ്യും, അത് വേറെ കാര്യം. എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഉണ്ടോ അവരെയൊക്കെ ഞങ്ങൾ പോയിട്ട് അവരിനെയൊക്കെ ഇട്ടിച്ച് അവരെ ശരിയാക്കുക, അല്ലെങ്കിൽ അവരുടെ ഭരണം അട്ടിമറിക്കുക, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാർക്ക് തോക്ക് കൊടുക്കും. ഇറാൻ കോൺട്ര അഫെയർ, മറ്റേ നിക്കരാഗയിൽ അത് ഇത് അങ്ങനെ ഒരു ലോഡ് സംഭവങ്ങൾ അമേരിക്കക്കാർ ചെയ്തിട്ടുണ്ട് ഒരു 10, 50, 60 കൊല്ലമായിട്ട്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ വെൽഫെയറിന് അങ്ങോട്ട് പൈസ കൊണ്ട് കൊട്ടി. 2000-ലെ ആ ആദ്യകാലത്ത് ഒരു ഭയങ്കര പൈസ വീണ്ടും കൂടി പോയെല്ലാം. ലിറ്ററസി കൂടി, എല്ലാവർക്കും ഫ്രീ ഹൗസിങ്ങോ ഫ്രീ ഹെൽത്ത് കെയറോ അങ്ങനെ എന്തൊക്കെയോ ഒരു കൊടുത്തു. ഫ്രീ ഹൗസിങ്ങോ എന്തപ്പത് ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഫ്രീ ആയിട്ട് വീടോ? അതിപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റും ഇല്ലേ, അത് പാവങ്ങൾക്കാണ് ഫ്രീ ആയിട്ട് വീട് കൊടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും കൊടുത്തോന്നൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഭയങ്കര സോഷ്യൽ വെൽഫെയറിന് ഒരു ലോഡ് പൈസ ചിലവാക്കിയിട്ടുണ്ട് ആ ഒരു സമയത്ത്. അത് ഇല്ലാത്ത പൈസയാണ്. ഇവർ എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടിയാൽ അതിനെ ആൾക്കാരിനെയൊക്കെ ഒന്ന് നൈസാക്കാൻ വേണ്ടി ചെയ്യും, അല്ലാണ്ട് അവിടെ ഇനി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ഈ ദുബായും ഈ സൗദിയും വെനസ്വേലയായിട്ടുള്ള വ്യത്യാസം. ഇവരെല്ലാം ഒരു ഷോർട്ട് ടേം സംഭവമാണ്, ഈ ലോങ് ടേമിലേക്കൊന്നും ചിന്തിക്കുന്നില്ല. ആ ഒരു ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മളിവിടെ കാണുന്നത്. 2008 $100 എത്തി ബാരലിന്. ആ ബൂമുണ്ട് എന്ന് പറഞ്ഞില്ല, ആ ബൂം വന്ന് അവസാനം $100 എത്തി. അപ്പോഴും തന്നെ 2012 കണക്കെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 96% എക്സ്പോർട്ട് ഓയിലാണ്. വേറെ ഒരു സാധനം അവിടെ ഇല്ല. അപ്പോൾ ആ 2008 ആ ഒരു ബൂമിന് ശേഷം ഈ 2014 ആകുമ്പോഴേക്കും ഭയങ്കര കുറഞ്ഞു. 100-ന് $30 എന്തോ ആയി 2014-15 ആ ഒരു സമയത്ത്. അത് കുറഞ്ഞു വരികയാണ്. ആ ഒരു ബൂമെന്ന് ഭയങ്കര ഒരു ഇടിവായിരുന്നു അത്. 2008 മറ്റേ മാന്ദ്യം, മറ്റേ ഇത് നടന്നത്, റിസഷൻ,
റിസഷൻ ലീമാൻ ബ്രദേഴ്സൊക്കെ പൂട്ടിപ്പോയത് ആ സമയത്താണ്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും എക്കണോമിക്കൽ സംഭവങ്ങളൊക്കെ ആയിരിക്കും. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി നാഷണലൈസ് ചെയ്തു. അതായത് പ്രൈവറ്റായിട്ട് ഒന്നും വേണ്ട, ഈ ഫാമും ഈ ഫാക്ടറീസും സൂപ്പർ മാർക്കറ്റും എല്ലാത്തിനും പിടിച്ച് നാഷണലൈസ് ചെയ്തു. അതായത് പ്രൈവറ്റായിട്ട് ഒന്നും വേണ്ട, എല്ലാം ജനങ്ങളുടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാഷണലൈസ് ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ കൊണ്ടുവന്നു. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ എയർപോർട്ട് എങ്ങനെ ഇരിക്കുന്നു, റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ ഇരിക്കുന്നു. റെയിൽവേ സ്റ്റേഷൻ ഈസ് റൺ ബൈ ഗവൺമെൻറ്, എയർപോർട്ട് ഈസ് റൺ ബൈ പ്രൈവറ്റ് ഗൈസ്. അവിടെ വിലയും കൂടുതലായിരിക്കും. ഒരു ചായക്ക് 100 രൂപയ്ക്ക് എയർപോർട്ടിൽ, ചായക്ക് 10 രൂപയേ ഉള്ളൂ. ഇവിടെ മറ്റേ നമ്മൾ കണ്ടിട്ടില്ല, മറ്റേ കക്കൂസിൻ്റെ മറ്റേ ടാപ്പ് ഇതൊക്കെ പിടിച്ചിട്ടാണ് ചായ ഉണ്ടാക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ. അത് നോക്കാനും പിടിക്കാമെന്ന് ആരുമില്ല. 10 രൂപ ഉള്ളൂ ചായ, പക്ഷേ ഭയങ്കര വൃത്തികേടായിരിക്കും. ആ ഒരു വ്യത്യാസമില്ലേ, രണ്ടും ഓവറായ പ്രശ്നം തന്നെയാണ്. ക്യാപിറ്റലിസവും മോശം തന്നെയാണ്, സോഷ്യലിസവും ഒരുപാടായ മോശം തന്നെ. എല്ലാവരും മോഡറേറ്റിൽ പോയി കഴിഞ്ഞാൽ നൈസാണ്. അത് ഏതൊരു രാജ്യത്തിലായാലും മോഡറേറ്റ്ലി എല്ലാം നൈസാണ്, ഓവറായ എല്ലാം പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ സോഷ്യലിസത്തിൻ്റെ കുറച്ച് ഡേഞ്ചറസ് സംഭവങ്ങളാണ് പറയുന്നത്. ഇയാൾ ഇതിനെല്ലാം നാഷണലൈസ് ചെയ്തു. പിന്നെ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പ്രൈസ് ക്യാപ്പ് കൊണ്ടുവന്നു. അത് പ്രൈസ് ഫ്രോസ് ചെയ്തു. എന്തിൻ്റെയൊക്കെ ഈ എസെൻഷ്യൽ സംഭവങ്ങളിൽ റൈസ്, മിൽക്ക്, ഫ്ലോറ്, മറ്റേ ഗോതമ്പാവ് പോലത്തെ സാധനമില്ലേ, അതിനൊക്കെ പ്രൈസ് അവർ ഫ്രീസ് ചെയ്തു. പ്രൈസ് ഫ്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് ഇല്ല. പ്രോഫിറ്റ് ഉണ്ടെങ്കിലല്ലേ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. ഇപ്പം മാവ് പാക്കറ്റ് ഇങ്ങനെ ആക്കി കൊണ്ടുവരണം, അതിലൊരു 10 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിലല്ലേ ഒരു കമ്പനി ചെയ്യുള്ളൂ. നിങ്ങൾക്ക് വില കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക? അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷൻ നിർത്തി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെനിസ്വേലയിലാണെന്ന് തോന്നുന്നു. ഈ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്നുമില്ല, ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ്സ് ഓഫ് വെനിസ്വേല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഉണ്ട് തോന്നുന്നു. ഞാൻ ഉണ്ടെങ്കിൽ അവിടെ പ്ലേ ചെയ്യുക. അതിലിങ്ങനെ ഒന്നുമില്ല, വലിയ 2-3 സാധനങ്ങൾ, പിന്നെ കുറേ പിക്ചറാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ചിത്രം ഒട്ടിച്ച് വയ്ക്കുക, കാണുമ്പോൾ എന്തോ ഉള്ള പോലെ, പക്ഷെ ഒന്നുമില്ല, ഇത് ചിത്രമാണ്. നോർത്ത് കൊറിയയിലൊക്കെ ഉള്ള പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ മാറി. അപ്പം എന്ത് ചെയ്ത്, പൈസ കുറവുണ്ട്, അപ്പോൾ ഇവർ പ്രിൻ്റ് ചെയ്ത് കൂട്ടി. പൈസ കുറവായ ഒരു രാജ്യത്തിന് എന്തിനാണ് ആ പ്രശ്നം? കുറച്ച് നോട്ട് അങ്ങോട്ട് പ്രിൻ്റ് ചെയ്താൽ പോരെ എന്ന് പറയില്ലേ, അത് ഇവർ ചെയ്തു. ഈ ഐഡിയ ഇവർക്ക് ഈ ഇവിടുന്ന് കിട്ടിയത് തോന്നുന്നു. പൈസ കുറച്ച് എന്താ അതിങ്ങോട്ട് പ്രിൻ്റ് ചെയ്യുമെന്ന് പറയില്ലേ, അതിന്നാണ് ഇയാൾക്ക് ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. പ്രിൻ്റ് അങ്ങോട്ട് ചെയ്ത് കൂട്ടി. ഇൻഫ്ലേഷൻ സ്കൈ റോക്കറ്റ് ചെയ്തു. ഓയിൽ പ്രൈസ് ഇടിയുകയും ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ 2014 ആ സമയത്ത് $100 $30. 96% അവരുടെ എക്സ്പോർട്ട്. വേറെ ഒരു എക്സ്പോർട്ടും ഇല്ല. അതാണ് പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 2013 മാർച്ച് 5 ഹ്യൂഗോ ചാവേസ് മരിക്കുകയാണ്. 58 വയസ്സിൽ മരിക്കുകയാണ്. ക്യാൻസർ ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പിന്നിലും കുറച്ച് കോൺസ്പിറസിയൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ചാവേസ് മരിക്കുന്നു. ഭരണം അടുത്ത ആർക്ക് കൊടുക്കുന്നു? നിക്കോളാസ് മെഡൂറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്നു. മെഡൂറോ എന്ന് പറഞ്ഞാൽ ചാവേസിൻ്റെ മെയിൻ ആളാണ്. ഈ വാസ് എ ബസ് ഡ്രൈവർ, അതുപോലെ ഒരു യൂണിയൻ ലീഡറൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്ന ആളാണ്, ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്, അല്ലാണ്ട് വലിയ പൈസക്കാരനോ അങ്ങനെയൊന്നുമല്ല. എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സമയമാകുമ്പോഴേക്കും ഈ സ്റ്റേറ്റ് റൺ ഓയിൽ കമ്പനി എന്ന് പറഞ്ഞില്ലേ, അത് പൊളിഞ്ഞു. അത് ഇത്രയും ഓയിലുണ്ട്, പക്ഷെ അത് എക്സ്ട്രാക്ട് ചെയ്യാനും അതിനെ റിഫൈനറീസിലേക്ക് എത്തിക്കാനും ഒന്നും ഇവരുടെ കയ്യിൽ മെഷീനറിയും ഇല്ല, പൈസയില്ല, ഒന്നുമില്ല. ഇൻഫ്ലേഷൻ 30-40% വരെയാണ് ഈ മെഡൂറോ വരുമ്പോൾ ഉണ്ടായിരുന്നത്. 40% ഇൻഫ്ലേഷനെ. അപ്പം തന്നെ തകർച്ചയിലെത്തി. ചാവിസം എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ഈ ഹ്യൂഗോ ചാവിസിൻ്റെ അതേ ഐഡിയോളജി ആയിരുന്നു മെഡൂറോൻ്റെ. അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും ചെയ്തില്ല. ഇയാൾ ചെയ്ത അതേ സാധനം ചെയ്തു.
ചാവേസ് എന്താ ചെയ്തത് അതന്നെ ചെയ്തു. 2014 തൊട്ട് 2018 വരെ ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ വീണ്ടും പൈസ അടിച്ചങ്ങടി പ്രിൻ്റ് ചെയ്ത് കൊടുത്തു. ഒരു സബ്സിഡീസ് ഒന്നും സ്റ്റോപ്പ് ചെയ്തില്ല, കുറേ എക്സ്ട്രാ സബ്സിഡീസും ആഡ് ചെയ്തു. 2018 ഇത് കേട്ട ഞെട്ടിപ്പോയത്. 2018 ഇൻഫ്ലേഷൻ റേറ്റ് എത്ര അറിയോ? 1,000,000% 1,000,000% ഇൻഫ്ലേഷൻ വെനിസ്വേലിൻ്റെ. എൻ്റെ അമ്മ. അതായത് പ്രൈസ് കൺട്രോളും കൊണ്ടുവന്നു, അപ്പോൾ പ്രോഫിറ്റും ഇല്ല, അപ്പോൾ കമ്പനികളൊക്കെ പൂട്ടിപ്പോയി, കടകളൊക്കെ എംപ്റ്റി ആയി, ആൾക്കാരൊക്കെ ഭക്ഷണവും വെള്ളവും കിട്ടാണ്ട് ക്യൂ നിൽക്കുകയാണ് ബ്ലാക്ക് മാർക്കറ്റിൽ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. 1,000,000% ഇൻഫ്ലേഷൻ 2018. ഈ മെഡൂറോ വന്നതിന് ശേഷം. ഈ മെഡൂറോയ്ക്ക് വലിയ വിവരമില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. കറപ്ഷൻ കൂടി. അപ്പോഴാണ് ഈ നാർക്കോ ട്രാഫിക്കിംഗ്, നമ്മുടെ ട്രംപ് ഇപ്പം ഇത് പറഞ്ഞിട്ടാണ് ഈ വെനിസ്വേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഓക്കെ, മണി ലോണ്ടറിങ്, നാർക്കോ ട്രാഫിക്കിംഗ് ഒക്കെ വന്നു. നാർക്കോ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവമാണ്. അതായത് എല്ലാം ഞാൻ പറഞ്ഞില്ല, നോർത്ത് അമേരിക്കയ്ക്ക് എത്തിക്കാനാണ്. നോർത്ത് അമേരിക്കയാണ് വലിയ കൺസ്യൂമർ, അവിടെയാണ് ആൾക്കാരുടെ പൈസ ഉള്ളത്, അവിടെയാണ് ആൾക്കാർ സാധനം വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ കൊളംബിയെന്നും മറ്റേതൊക്കെ ഉണ്ടാക്കുന്ന ഈ കൊക്കൈനും ഡ്രഗ്സും എല്ലാം നോർത്ത് അമേരിക്ക എത്തിക്കണം. അതിന് വെനിസ്വേലനെ ഉപയോഗിക്കണു എന്നാണ് പറയുന്നത്. വെനിസ്വേല ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇവർക്ക് പൈസയൊന്നുമില്ല. അപ്പോൾ ഇവർ ഇന്നതാ ചെയ്യാന്നുള്ള ഇല്ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്യണം. പിന്നെ ഈ മെഡൂറോൻ്റെ എതിരെ കുറച്ച് ഇലക്ഷനിൽ കള്ളത്തരം ചെയ്തു എന്നുകൊണ്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. 2018 ഇലക്ഷൻ റിഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അതിൻ്റെ തെളിവെന്തോ ചോദിച്ചപ്പോൾ തെളിവൊന്നും കൊടുത്തില്ല എന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ മെഡൂറോ ശരിക്കും അവിടെ ഉള്ള ഒരാളല്ല എന്നും പറയുന്നുണ്ട്. മെഡൂറോൻ്റെ ശക്തി എന്താ വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററിയും ഇൻ്റലിജൻസും പുള്ളിയുടെ കയ്യിലാണ്. ഈ മിലിറ്ററിക്കാർക്ക് എല്ലാവർക്കും നൈസിൽ പൈസ കൊടുത്ത് മിലിറ്ററി ചോദ്യം ചോദിച്ചാൽ ബും, അതാണ് അവസ്ഥ. അപ്പോൾ ആരും ഒരുപാട് ചോദ്യം ചോദിക്കാൻ പോകുന്നില്ല. ഓപ്പോസിഷൻ ലീഡേഴ്സിനെയൊക്കെ പിടിച്ച് ജയിലിടുക, നാട് കടത്തുക, ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു വിനോദങ്ങൾ. ആൾക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാനില്ല. ഈ ഒരു കരക്കെത്തിക്കാനുള്ള ഒരു വകുപ്പുമില്ല. എന്നാൽ പിന്നെ അതാണ് ഭരണത്തിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഒരു സംഭവമാണ്. അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ നാട്ടുകാർക്കും ഇഷ്ടമല്ല. 20 to 25% വരെയുള്ളൂ അപ്രൂവൽ റേറ്റിംഗ് പുള്ളിയുടെ. അപ്പോൾ ഒത്തിരി കഷ്ടമാണ്. ഈ 2025 മറ്റേ നോബൽ പീസ് പ്രൈസ് കിട്ടിയില്ലേ ഒരു പെണ്ണുപിള്ളയ്ക്ക്, നമ്മുടെ ട്രംപിന് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു സ്ത്രീക്കെല്ലാം കിട്ടിയെന്ന് പറഞ്ഞാൽ മെരിയ കൊറീന മച്ചാഡോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീയാണിത്. അവരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മെഡൂറോൻ്റെ എതിരെ നിൽക്കുന്ന ആളാണ്. മെഡൂറോനെ കാണിക്കുന്ന തോന്നിവാസമാണ് എന്ന് പറഞ്ഞിട്ട് മെഡൂറോൻ്റെ ഓപ്പോസിഷൻ ലീഡർമാരിൽ ഒരാളാണ് ഈ സ്ത്രീ. അവർ ചെയ്ത കുറച്ച് പ്രവൃത്തികൾക്കാണ് നോബൽ പീസ് പ്രൈസ് ഇക്കൊല്ലത്തെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്താ അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാർ ഓൺ ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് 50 മില്യൺ മെഡൂറോൻ്റെ തലയ്ക്ക് വേലിയിട്ടുണ്ട് അമേരിക്ക. കാരണം അമേരിക്കയ്ക്ക് വലിയൊരു തലവേദനയാണ് വെനിസ്വേല. പണ്ട് തൊട്ടേ അതാണ്. ഹ്യൂഗോ ചാവേസ് ഉള്ളപ്പോൾ തന്നെ അതാണ്. ഹ്യൂഗോ ചാവേസിന് പിന്നെ ആൾക്കാരുടെ സപ്പോർട്ടെങ്കിലും ഉണ്ടായിരുന്നു, ഇയാൾക്ക് അതുമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ല 20 to 25% പേര് ആൾക്കാർക്ക് ഇയാളെ താല്പര്യമുള്ളൂ. പക്ഷേ ഇലക്ഷൻ വന്നാൽ കാരണം ജയിക്കും. അതെങ്ങനെയാണാവോ. ഓയിൽ ഇപ്പം എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 40% ചൈനയ്ക്ക് പോകുന്നുണ്ട്. ഇന്ത്യ എടുക്കുന്നുണ്ട്. ഇന്ത്യ 22 മില്യൺ ബാരൽസ് 2024 എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു $1.76 ബില്യൺ ആയിട്ട് വരും. ഇന്ത്യ അത്രയൊന്നും എടുക്കില്ല, 1.5% അങ്ങനെ എന്തോ എടുക്കുന്നുള്ളൂ ഇവരുടെ ആയിരുന്നു, വെനിസ്വേലയുടെ ആയിരുന്നു. ഈ വാർ ഓൺ ഡ്രഗ്സിൻ്റെ ഒരു മാപ്പ് ഉണ്ട്. ഇതാണ് ഒരു കോൺട്രഡിക്റ്ററി സംഭവം. ഇതാണ് ട്രംപ് വെറുതെ ബ്ലഫ് ചെയ്യണം, അല്ലെങ്കിൽ ട്രംപ് വേറെന്തോ ഉദ്ദേശമുണ്ട് ഈ വെനിസ്വേലിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന് എന്ന് പറയുന്നത്. അതിനെ പൊളിക്കുന്ന ആ ഒരു വാദത്തിനെ പൊളിക്കുന്ന ഒരു സംഭവമാണ്. ആ ഒരു ആർഗ്യുമെൻറ്റിനെ കംപ്ലീറ്റ്ലി നമുക്ക് ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. 3 റൂട്ടുണ്ട്: പസഫിക് റൂട്ട്, വെസ്റ്റ് കരീബിയൻ റൂട്ട്, കരീബിയൻ റൂട്ട്. 3 റൂട്ടിൽ കൂടെയാണ് ഈ നോർത്ത് അമേരിക്കയിലേക്ക്, മെക്സിക്കോയിലേക്ക്. ഈ നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞാൽ നേരെ അമേരിക്ക കൊണ്ട് ഇറക്കല്ല, മെക്സിക്കോ കൊണ്ടുപോകും. പിന്നെ മെക്സിക്കോ കാർട്ടൽസുകാർ മെക്സിക്കോ ബോർഡർ വഴി ആ ഡ്രഗ്സിന് അങ്ങോട്ട് കടത്തും. അപ്പോൾ ഇതാണ് മെയിനായിട്ട്. 74% പസഫിക് റൂട്ടിലൂടെയാണ്, അതായത് ഈ സൈഡിൽ നിന്ന് കൊളംബിയയിൽ നിന്ന് ഡയറക്റ്റ് നേരെ മെക്സിക്കോയിലേക്ക് പോകുന്നതാണ്
74%. വെസ്റ്റ് കരീബിയൻ റൂട്ട് ആ ഇടുക്കി കൂടെ പോകുന്നത്, അത് 14%. വെനിസ്വേലയിൽ നിന്ന് പോകുന്നതാണ് കരീബിയൻ റൂട്ട്, അത് 8% ഉള്ളൂ. അപ്പം ശരിക്കും നിങ്ങൾക്ക് വാർ ഓൺ ഡ്രഗ്സ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ഏതിൽ പോയി പിടിക്കണം? കൊളംബിയയിൽ നിന്ന് പോകുന്ന പെസിഫിക് റൂട്ടിൽ കയറി പിടിക്കണം. ഇനി അതുമല്ല, അമേരിക്കയുടെ ഏറ്റവും വലിയ ഇപ്പോൾ ഒരു ഡേഞ്ചറസ് ഡ്രഗ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെൻറ്റിനിൽ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് ചെറിയൊരു സാധനമാണ്. ആ ചെറിയ സാധനം വേറെ ഡ്രഗ്സിൻ്റെ കൂടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോവാണ്. ഈ അമേരിക്കയിൽ ചില സ്ട്രീറ്റിൽ ആൾക്കാർ ഇങ്ങനെ സോംബിനെ പോലെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? അത് കൈൻഡ് ഓഫ് ഈ ഫെൻറ്റിനൽ ലേസ്ഡ്, ഫെൻറ്റിനൽ മാത്രം അടിച്ചാൽ ആൾ തട്ടിപ്പോവും. ഫെൻറ്റിനൽ ലേസ്ഡ് ഹെറോയിനും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അടിച്ചിട്ടാണ് അങ്ങനെ ആവുന്നത്. അത് മെയിനായിട്ട് എവിടെ നിന്നാണ് വരുന്നത്? അത് ചൈനയിൽ നിന്നാണ് വരുന്നത്. അത് എല്ലാവർക്കും അറിയാം. ഫെൻറ്റനിൽ ഈസ് കമ്മിങ് ഫ്രം ചൈന. അത് ലാൻഡ് വഴിയാണ് വരുന്നത്, അത് ഈ വഴിയല്ല വരുന്നത്. അത് ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതെന്തെങ്കിലും തടയാനോ നോക്കാണ്ട് ഈ വെറുതെ കിടക്കണ വെനിസ്വേല ഏറ്റവും വെനിസ്വേലിൻ്റെ നിന്നാണ് ഈ ഡ്രഗ്സ് വരുന്നത്. എന്നിട്ട് അവരിനെ പോയി അറ്റാക്ക് ചെയ്യാനുള്ളതാണ് ആ ഒരു കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നത്. പിന്നെ അതേപോലെ ഇവർ കുറേ ബോട്ടിനെയൊക്കെ അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് വിടുന്നുണ്ട്. പീറ്റ് ഹെക്സത്തിൻ്റെ മറ്റേ എക്സിൽ പോയി കഴിഞ്ഞാൽ കുറേ വീഡിയോസ് കാണാൻ പറ്റും. അതിൽ ഇങ്ങനെ ഒരു ഇൻഫ്രാറെഡ് വീഡിയോ ആണ് കാണിക്കുക. ഡ്രോണിൽ നിന്ന് എന്തോ എടുത്തതാണ്. ഇങ്ങനെ ഒരു ബോട്ട് പോവും, ആ ബോട്ടിൽ ഒരു ബോംബ് ഇട്ടിട്ട് ബോട്ടിനെ പൊട്ടിത്തെറിക്കും. ഒരു 11 പേരുള്ള ഒരു ആൾക്കാരുടെ ഒരു ബോട്ട് എന്തോ പൊട്ടിച്ചിട്ടുണ്ട്. അത് എന്താണെന്നോ ഏതാണെന്നോ ആർക്കും അറിയില്ല. അതിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണെന്നാണ് വേറെ കുറച്ച് ആൾക്കാർ പറയുന്നത്. അതിലൊക്കെ ഡ്രഗ്സാണ്, അതിലൊക്കെ തീവ്രവാദികളാണ് എന്നാണ് ഇവർ പറയുന്നത്. അമേരിക്കക്കാർ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങിനുള്ള ആൾക്കാരിനെ തീവ്രവാദികളുടെ കാറ്റഗറിയിൽ പെടുത്തി ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ഈ അടുത്ത്. അതെന്തിനാണ്? ഇങ്ങനെ ചെയ്യാൻ. അതായത് ഈ ബോട്ടിൽ ഡ്രഗ്സ് കൊണ്ടുപോകുന്നവരിനെയൊക്കെ ഒന്നൊക്കെ നോക്കാണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഡ്രഗ് ട്രാഫിക്കേഴ്സിനെയും തീവ്രവാദികളുടെ ലിസ്റ്റ് പെടുത്തിയിട്ടുണ്ട്. ശരിക്കുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഡ്രഗ്സ് ഫെൻറ്റനിൽ അവിടുന്ന് ലാൻഡ് വഴി ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. അതായിരിക്കും അത് വരുമ്പോൾ കണ്ണടച്ചിരിക്കും. ഇവരുടെ മക്കിട്ട് മാത്രം കയറും. ഇതാണ് വെനിസ്വേലയിൽ നടക്കുന്ന കാര്യം. അതിൻ്റെ ഒരു കോൺസ്പിറസി ആംഗിളാണ് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്. അതായത് ദേ ഹാവ് സം അതർ ഇൻറ്റൻഷൻ. ഓഫ് കോഴ്സ് ഓയിലായിരിക്കും. നമ്മൾ ഈ മീം കാണില്ലേ, മറ്റേ ഈഗിൾ വന്നിട്ട് മറ്റേ അങ്ങനെ പറയില്ലേ, യു വാണ്ട് ഫ്രീഡം എന്നൊക്കെ ചോദിക്കില്ല. ഇത് ആണ് സംഭവം. ഇത് അമേരിക്കയ്ക്ക് വേണം, അതവർ എടുക്കും. അതവർ ഈ വഴി അല്ലെങ്കിൽ വേറെ വഴിക്ക് എടുക്കും. ഇതിപ്പോൾ അവർ മിലിറ്ററിയൊക്കെ കാണിച്ച് ഇതിപ്പോൾ യുദ്ധം വരുമോ, തേർഡ് വേൾഡ് വാർ വരുമോ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഒരു ഗ്യാപ്പ് കിട്ടി അവർ ഭരണ അട്ടിമറിക്കും. ട്രംപ് ന്യൂസ് വരെ വന്നു. ട്രംപ് അപ്രൂവ് ചെയ്തു CA അടുത്ത്, ഇതാ ഒന്ന് പോയി ഒരു നടത്തി അട്ടിമറി നടത്തി അവരൊന്ന് പുറത്ത് പോയി ഇയാളൊന്ന് ഇറക്കണേ എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. മെഡൂറോനെ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് CA അങ്ങോട്ട്. അതേപോലെ CA ഒന്നും നടക്കുന്നില്ല, 2-3 അട്ടിമറിയൊക്കെ ഫെയിൽഡായി എന്ന് പറഞ്ഞിട്ട് മെഡൂറോ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ തൂക്കി, CA ആളിനെ വെനിസ്വേല വെച്ച് തൂക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ പോലെ CA ഒരു ഉഷാറില്ല കേട്ടോ. എന്താ പണ്ട് ഇറാനിൽ ചെയ്ത പോലെയൊക്കെ ഒന്ന് എൻ്റെ ഇറക്കങ്ങട് ആൾക്കാരനെയൊക്കെ എന്താണത് ഫെയിൽഡായിന്ന്. 2-3 ഓപ്പറേഷൻ അട്ടിമറിക്കാൻ നോക്കി ഫെയിൽഡായി. അതെന്തുകൊണ്ടാണ്? മെഡൂറോയ്ക്ക് സ്ട്രോങ് ആയിട്ട് മിലിറ്ററി സപ്പോർട്ടുള്ളതുകൊണ്ടാണ്. അവർക്ക് ഇൻ്റലിജൻസ് സപ്പോർട്ടും മെഡൂറോയ്ക്കുണ്ട്. കാരണം ആ ആൾക്കാരിനെയൊക്കെ ഇയാൾ നൈസിൽ പൈസ കൊടുത്ത് നിർത്തുന്നുണ്ട്. മെഡൂറോ അങ്ങനെ നല്ല ആളോ അങ്ങനെയൊന്നും അല്ല. അയാളും ഒരു ഭരണം കിട്ടിയ പവർ ഉണ്ടോ, പവർ കറപ്റ്റ്സ് പീപ്പിൾ. അത് നിങ്ങൾ എത്ര നല്ല ആളാണെങ്കിലും ഇറ്റ് വിൽ കറപ്റ്റ് പീപ്പിൾ. ആ ഒരു വലിയൊരാളോ നല്ല ആൾ. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ എന്നാണ് സുരേഷ് ഗോപി. എന്ത് നല്ല മനുഷ്യരായിരുന്നു. സുരേഷ് ഗോപിൻ്റെ പണ്ടത്തെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാകും. അതായത് പുള്ളി ഇങ്ങനെ ഒരു നോർമലായിട്ടുള്ള ആൾ സംസാരിക്കുമല്ല, പക്ഷെ ഭയങ്കര കാമായിട്ട് സമാധാനത്തിൽ അയാളുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അയാൾ സംസാരിക്കുക. ഇപ്പം സംസാരിക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിളാണ്. പവർ കറപ്റ്റ്സ് പീപ്പിൾ. നിങ്ങളൊരു പവറുണ്ട്, നിങ്ങളൊരു അധികാരത്തിലാണ്, നിങ്ങളുടെ താഴെ 10 പേരുണ്ട്, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ കുറച്ച് പേരുണ്ടെങ്കിൽ
ഓഹോ, ഞാൻ ഒരാളായി, ഇവനൊക്കെ ആരാണ് എൻ്റെ അടുത്ത് ചോദിക്കാൻ, ആ ഒരു ലെവലാവും. അത് സുരേഷ് ഗോപിയല്ല, നിങ്ങളും ആവും, ഞാനും ആവും, എല്ലാവരും ആവും. അപ്പോൾ വെനിസ്വേലൻ്റെ കാര്യം അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി എല്ലാവർക്കും അറിയേണ്ട ഈ ആഴ്ചയിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ജെനിസൈഡ് നോക്കാം. ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ സുഡാൻ. ഓക്കെ, പിന്നെ സുഡാൻ കേൾക്കുമ്പോൾ സുഡാൻ്റെ ജെനിസൈഡിനെ കുറിച്ച് പറയുമ്പോൾ ചില പ്രത്യേക ആൾക്കാർക്ക് കുറച്ച് എക്സ്ട്രാ ശുഷ്കാന്തി ഉണ്ടാവും അറിയാനും ഇതിനെക്കുറിച്ച് കുറച്ച് ഇല്ലാത്തത് ഉള്ളതൊക്കെ പറയാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, സ്വാഭാവികം. 2-3 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യൻ ജെനിസൈഡ് ഓഫ് സുഡാൻ എക്സ്പ്ലെയിൻ ചെയ്യും ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഫോർ യുവർ ഇൻഫർമേഷൻ, അത് നൈജീരിയയിൽ ആഫ്രിക്കക്കാർ കാണാനെല്ലാവരും ഒരേപോലെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് കൺട്രി മാറ്റരുത്. ആഫ്രിക്ക ഈസ് എ കോണ്ടിനെൻറ്റ്, നോട്ട് എ കൺട്രി. പിന്നെ ഇപ്പം നടക്കണ ഇപ്പോൾ കുറേ സംഭവങ്ങൾ നടക്കുന്നില്ല, അതിലൊന്നും ഈ റിലീജിയസ് ആംഗിളേ ഇല്ല. ഓക്കെ, അവിടെ വേറൊരു ആംഗിളാണുള്ളത്, അത് പറഞ്ഞുതരാം. ഇവിടെ ഇതിന് മുന്നേ ഒരു നോർത്ത് സുഡാനും സൗത്ത് സുഡാനും തമ്മിലുള്ളൊരു സൗത്ത് സുഡാൻ്റെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് അവിടെ കുറേ സിവിൽ വാറും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് 2011 അവർക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുകയും ചെയ്തു. അവിടെയാണ് ഈ ക്രിസ്ത്യൻസിനെ കൊല്ലലും മറ്റേ പിടിക്കലും ഒക്കെ, അതൊക്കെ ആ സമയത്ത്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അവിടുത്തെ അവരുടെ ഉള്ളിൽ തന്നെ 2 പേര് തമ്മിൽ നടത്തുന്ന 2 മിലിറ്ററി ആൾക്കാർ, ഒരു ഒഫീഷ്യൽ മിലിറ്ററിയും ഒരു പാരാമിലിറ്ററി, ഒരു മിലിറ്റൻസുകാരും കൂടെ നടത്തുന്ന ഒരു സിവിൽ വാറാണ് അവിടെ നടക്കുന്നത്. അതിൽ ഈ റിലീജിയസ് ആംഗിളൊന്നുമില്ല. അത് നൈജീരിയയിൽ അതവിടെ ട്രംപ് ഏറ്റെടുത്തിട്ടുണ്ട്. ട്രംപിനെ ആരും അറിയിച്ചിട്ടുണ്ട്. പുള്ളി അങ്ങനെ പട്ടാളത്തിനെ വരെ ഇറക്കാം എന്നുള്ള വെറും വാഗ്ദാനം നടക്കാൻ പോകില്ല. അത് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒന്ന് പേടിപ്പിക്കാൻ. നൈജീരിയക്കാരൊക്കെ ഒന്ന് പേടിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ജെൻസൈഡൊന്നും ഇല്ല, നിങ്ങളെന്താ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് നൈജീരിയത്തെ ഏതോ മന്ത്രിയാ പ്രസിഡൻ്റാ എന്തൊക്കെയോ പറഞ്ഞിട്ടുമുണ്ട്. അത് വേറെ കാര്യമാണ്. അതല്ല ഇപ്പം ഇവിടെ നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ചോര കണ്ടു എന്നും മാപ്പിൽ കുറേ ഡെഡ് ബോഡീസ് കണ്ടു എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് അൽ ഫഷീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അതാണ് ഇപ്പം നടക്കുന്ന സിവിൽ വാർ ഓഫ് അല്ലെങ്കിൽ ജെനിസൈഡ് ഓഫ് സുഡാൻ എന്ന് പറയുന്നത് ആ സാധനമാണ്. ഓക്കെ, കൺഫ്യൂസ് ആവരുത്. അത് നൈജീരിയ, ഇത് സുഡാനിൽ തന്നെ റിലീജിയസ് ആയിട്ട് ഉള്ള സിവിൽ വാറും യുദ്ധമൊക്കെ നടന്നത് 2011 ഇപ്പല്ല. ഓക്കെ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിങ്, എല്ലാവർക്കും അറിയാനും താല്പര്യമുള്ളത് ഇത് തന്നെയായിരിക്കും. ഫസ്റ്റ് ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞു ഗോൾഡ് വരുന്ന വഴി എന്ന് പറഞ്ഞിട്ട് വന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ല, സ്വിറ്റ്സർലാൻഡാണ് ഫസ്റ്റ് എക്സ്പോർട്ടർ, സെക്കൻഡ് ഹോങ്കോങ്, തേർഡ് ദുബായ്. ഇവർക്കൊന്നും ഗോൾഡ് മൈനും ഇല്ല, ഇവിടെ ഒന്നും ഗോൾഡ് ഉണ്ടാക്കുന്നേ ഇല്ല. ഇവർ ജസ്റ്റ് റിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഗോൾഡ് ഇംപ്യൂർ ആയിട്ടുള്ള ഗോൾഡ്, അൺറിഫൈൻഡ് അല്ലെങ്കിൽ മറ്റേ നാച്ചുറൽ ഗോൾഡ്, കറുപ്പ് കളറുള്ള സാധനം കൊടുക്കും. അതിനെ ഇവർ പ്രോസസ്സ് ചെയ്ത് പല ചെയ്ത് ഇവരെന്ത് ചെയ്യും, അതിനെ മറ്റേ മെറ്റലൊക്കെ ആഡ് ചെയ്ത് മറ്റേ ചെമ്പൊക്കെ ആഡ് ചെയ്ത് അതിനെ സ്റ്റേബിളാക്കി അവർ മെറ്റലാക്കി മാറ്റും. അതിന് സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുപോയിട്ട് അവർ സ്റ്റാമ്പ് ചെയ്യും, ഇതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കും. എന്നിട്ട് അതിന് ചൈനയിലും ഇന്ത്യയിലും ഉള്ള കൺസ്യൂമേഴ്സിനൊക്കെ അവിടെ നിന്ന് കൊടുത്തയക്കണം. അതാണ് ആ റൂട്ട്, ഗോൾഡ് റൂട്ട് എന്ന് പറഞ്ഞിട്ട് റൂട്ട് എ ഉണ്ട്. ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയാണ് ഈ ഗോൾഡിൻ്റെ മെയിൻ സംഭവം. കുറച്ച് ഓസ്ട്രേലിയയിലുണ്ട്, പക്ഷേ മെയിനായിട്ട് വരുന്നത് ആഫ്രിക്കയിലാണ്. ഓസ്ട്രേലിയയിലൊക്കെ സ്റ്റേബിൾ ഗവൺമെൻറ്റും അതൊക്കെ നോക്കാനും പിടിക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. പക്ഷേ ആഫ്രിക്കയിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രണ്ടുമുണ്ട്, ഇല്ലീഗലുണ്ട് ലീഗലുണ്ട്. ഇല്ലീഗൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു മിലിറ്റൻറ്റിൻ്റെ ആളാണ്, അത് മിലിറ്റൻറ്റ് ഗ്രൂപ്പിൻ്റെ ആളാണ്, നിങ്ങൾക്ക് തോക്ക് വേണം, ബോംബ് വേണം, നിങ്ങൾക്ക് ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണം. ഇതെവിടെ നിന്ന് കിട്ടും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ട് തൊട്ട് സൈഡിൽ ഇങ്ങനെ ഒരു മൈൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളവിടെ പോയിട്ട് അവിടെ വല്ല കമ്പനി എന്തെങ്കിലുമൊക്കെ ഉണ്ട്, അവരെയൊക്കെ കൊന്നിട്ട് പറയും ഇനി തൊട്ട് ഈ മൈൻ എൻ്റെ. ഓക്കെ, അതിൽ ആ മൈനിൽ നിന്ന് നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന പണിക്കാരനെ കൊണ്ട് ഇനി നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കൊണ്ട് ആ മൈനിൽ നിന്ന് ഗോൾഡ് എടുപ്പിക്കും. ഇതെവിടെയും കൊണ്ട് വിൽക്കണല്ലേ? ആ വിൽക്കാനുള്ള ഒരു സംഭവമുണ്ട്. നേരെ ദുബായ് കൊണ്ടുവരും. ഈ ദുബായിൽ വെരി ലീനിയൻറ്റ് ഇമ്പോർട്ട് റൂൾസാണ് അവിടെ ഉള്ളത്. അതായത് മിനിമൽ ഡോക്യുമെൻറ്റേഷനിൽ നിങ്ങൾക്ക്
ഇവർ പറയുന്ന കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ChatGPT പറഞ്ഞത്, ഇത് ഞാൻ 2-3 തവണ വെരിഫൈ ഒക്കെ ചെയ്യാൻ നോക്കി, പക്ഷേ കൈൻഡ് ഓഫ് ഇത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. 2-3 വീഡിയോസ് ഞാൻ അതുപോലെ കണ്ടു. അതായത് ആഫ്രിക്കയിൽ നിന്നും ഇല്ലീഗലായിട്ട് ഈ ഗോൾഡ് മൈൻ ചെയ്യുന്ന ആൾക്കാർ ഒരു പെട്ടി സൂട്ട് കേസിൽ ഈ സാധനമായിട്ട് നേരെ വരും, ദുബായ് എയർപോർട്ടിൽ വരും. ദുബായ് എയർപോർട്ടിൽ ഒരു 10-20 കിലോ സാധനം അല്ലെങ്കിൽ ഒരു സൂട്ട് കേസിൽ ഈ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ 60,000 AEDൻ്റെ മുകളിൽ വാല്യൂ ഉണ്ടെങ്കിൽ അതിന് അവിടെ എന്ത് ചെയ്യണം എന്നാണ് മറ്റേ എന്തോ ചെയ്യില്ല, ഡിക്ലെയർ ചെയ്യണമെന്ന് പറയും. അപ്പം നമുക്ക് കുറച്ച് ഗോൾഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വരിക, അതവിടെ കൊണ്ട് ഡിക്ലെയർ ചെയ്യുക, കസ്റ്റംസിൽ ഡിക്ലെയർ ചെയ്യുക. സൂട്ട് കേസ് നേരെ നിങ്ങൾക്ക് ഏതെങ്കിലും റിഫൈനറി ഉണ്ട്, കുറേ റിഫൈനറിൻ്റെ പേരൊക്കെ ഉണ്ട്. എമിറേറ്റ്സ് ഗോൾഡ് DMCC എന്നുണ്ട്, കലോട്ടി പ്രഷ്യസ് മെറ്റൽ. ഈ കലോട്ടി പ്രഷ്യസ് മെറ്റലിന് കോൺഫ്ലിക്റ്റ് ഗോൾഡ് അവർ എടുക്കണമെന്ന് പറഞ്ഞൊരു കേസ് വരുന്നുണ്ട് കേട്ടോ, നോക്കാവുന്നതാണ്. അൽ എത്തിഹാദ് ഗോൾഡ് റിഫൈനറി, ഇൻ്റർനാഷണൽ പ്രഷ്യസ് മെറ്റൽ റിഫൈനറി IPMR ഷാർജ. ഇത്രയും ഇനിയും 2-3 കൂടിയുണ്ട്. ഇത്രയും മെയിനായിട്ടുള്ള ഗോൾഡ് റിഫൈനറീസ് ദുബായിലുണ്ട്. ഈ ബാക്കിയുള്ള സ്വിറ്റ്സർലാൻഡിൽ ഹോങ്കോങ്ങിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റെസ്ട്രിക്റ്റഡാണ്. അവിടെ നമുക്ക് ഈ ഗോൾഡ് കൊണ്ടൊന്നും പുറമേ ഉള്ള ആൾക്ക് പോകാൻ പറ്റില്ല. അവർ അണ്ടർഗ്രൗണ്ടൊക്കെ ചെയ്യുന്നുണ്ടാവും, അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ഈ സ്വിറ്റ്സർലാൻഡും ഹോങ്കോങ്കാരും ഓപ്പണായിട്ട് ഇങ്ങനത്തെ ഇല്ലീഗൽ മൈൻസിൽ നിന്ന് ഗോൾഡ് എടുക്കുന്നില്ല. ഇത് സ്ട്രിക്റ്റാണ് അവിടെയൊക്കെ, പ്രത്യേകിച്ച് ചൈനയിൽ. അങ്ങനെ ആ ഒരു റൂട്ടിനെ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു കേന്ദ്രമാണ് ദുബായ്. ലോണ്ടറിങ്ങും അഗ്രിഗേഷനുമാണ് അവിടെ നടക്കുന്നത്. അതായത് ഈ ആഫ്രിക്കയിൽ എത്രയും ഗോൾഡ് ഉണ്ടാക്കുന്നോ, അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കൊരു മൈൻ ഉണ്ട് ആഫ്രിക്കയിൽ, നേരെ വണ്ടി കയറി ദുബായി പോയാൽ മതി. ഈ ഗോൾഡ് സൂക്ക് എന്നൊക്കെ പറയില്ല, അത് ഇതിൻ്റെ റിഫൈൻഡ് സാധനം മറ്റേതാക്കാനുള്ള സംഭവമാണ്. $1 ട്രില്യൺ ബിസിനസ്സാണ് ഈ ഗോൾഡ് ദുബായിൽ. ദുബായ് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് പ്രോക്സിമിറ്റി, അതായത് സുഡാൻ എന്ന് പറഞ്ഞാൽ ഇവിടെയും UAE പറഞ്ഞാൽ ഇവിടെയാണ്. മാപ്പ് നോക്കി നമുക്ക് മനസ്സിലാവും. ഇറ്റ്സ് വെരി നിയർ ബൈ, ഭയങ്കര അടുത്താണ്. ഒന്നാമത് അത്. രണ്ടാമത് ഇതുവഴിയാണ് ഒരു ലോഡ് ഇൻകം അവർക്ക് കിട്ടുന്നത്. കാരണം ഈ വേൾഡ് ഗോൾഡ് മാർക്കറ്റിൻ്റെ മൊത്തം റിഫൈനറീസും ഈ ദുബായിലാണുള്ളത്. അങ്ങനെ ഉള്ളൊരു ബൈപ്പാസിങ് ആണ് ഈ ദുബായിൽ മെയിനായിട്ട് നടക്കുന്നത്. അതാണ് ഈ UAEയും ഗോൾഡുമായിട്ടുള്ള ബന്ധം. ഇത് ഞാൻ ചുമ്മാ പറയുന്നതുമല്ല. സ്വിസൈഡ് റിപ്പോർട്ട് 2022 ഒരു റിപ്പോർട്ട് വന്നതിൽ 435 ടൺ ഗോൾഡ്, $30 ബില്യൺ എമൗണ്ട് ഓഫ് ഗോൾഡ് എക്സ്പോർട്ടഡ് അൺഡിക്ലെയർഡ് ഔട്ട് ഓഫ് ആഫ്രിക്ക. അതിൽ 85% ദുബായിക്കാണ് പോയിരിക്കുന്നത്, UAEയിലേക്കാണ് പോയിരിക്കുന്നത്. 435 ടൺ ഗോൾഡ് കാണാനില്ല, അൺഡിക്ലെയർഡ് ആയിട്ട്. ഗോൾഡ് അവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ആ പോയത് മുഴുവൻ UAEയിലേക്കാണ്. ഓക്കെ, അത് കണക്കില്ലാത്ത ഗോൾഡ്. എന്നിട്ട് പിന്നെ അതിനെ അവർ ഉരുക്കി സ്വർണ്ണമാക്കിയിട്ടും ബിസ്ക്കറ്റാക്കിയിട്ടും മറ്റ് സാധനമൊക്കെ ആക്കിയിട്ടും അവർ പല രാജ്യങ്ങൾക്കും നമ്മളെ പോലെയുള്ള കൺസ്യൂമേഴ്സിന് അയച്ചു കൊടുക്കും. ഇതാണ് ബേസിക്കലി ഗോൾഡ് റൂട്ട്. അല്ലെങ്കിൽ മെയിനായിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതിനിടയിൽ പല മണി ലോണ്ടറിങ്ങും മറ്റേ സംഭവങ്ങളും എല്ലാം ഉണ്ടാവും. ഈ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പ്രശ്നമുള്ള സാധനമാണ്. കാരണം ഇത് ഭയങ്കര വെയിറ്റാണ്. അതായത് ഇപ്പോൾ ഒരു ഫിസിക്കൽ സംഭവമാണല്ലോ. ഇപ്പോൾ ബിറ്റ് കോയിൻ അല്ലെങ്കിൽ കുറേ ക്യാഷ് ഇപ്പോൾ ഒരു അക്കൗണ്ടിൽ ഇട്ടാൽ മതിയല്ല, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ആകുമ്പോൾ പെൻഡ്രൈവിൽ കയറ്റിയാൽ മതി. പക്ഷെ അതുപോലെയല്ല ഗോൾഡ്. ഇപ്പോൾ 30 ബില്യൺ എന്ന് പറഞ്ഞാൽ അതൊക്കെ വേണമെങ്കിൽ ഒരു പെൻഡ്രൈവിലാക്കി കൊണ്ടുപോകാം. ബിറ്റ് കോയിൻ ആണെങ്കിലോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആണെങ്കിൽ ഒരു പെൻഡ്രൈവ് ആക്കാം. പക്ഷെ ഗോൾഡ് അതുപോലെ ആക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന് സെക്യൂരിറ്റി വേണം, അതിന് എന്തൊക്കെ വേണം. 4 ചോക്ക് $30 ബില്യൺ ഗോൾഡ് എന്ന് പറഞ്ഞാൽ അതിൽ എമ്മാതിരി പണിയെടുക്കണം ആൾക്കാർ. അതിന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് കൊണ്ട് സെക്യൂരിറ്റി വേണം, അവിടെ വേണം, ഇവിടെ വേണം. ഇതൊരു സ്ഥലത്ത് കൊണ്ട് ബൈക്ക് എവിടെയും കൊണ്ട് ഇടാൻ പറ്റില്ലല്ലോ. അതിന് ഒരു വോൾട്ട് വേണം, അതിന് സെക്യൂരിറ്റി വേണം, ട്രാൻസ്പോർട്ടേഷന് സെക്യൂരിറ്റി വേണം. പിന്നെ ആ സെക്യൂരിറ്റി ഉള്ളിൽ തന്നെ അവർ അടിച്ചു മാറ്റാൻ നോക്കും. അത് അങ്ങനെ ഭയങ്കര തലവേദന ഉള്ളൊരു സംഭവമാണ് ഈ ഗോൾഡ്. പക്ഷെ എന്താണ്, വില ഇടിയുന്നേ ഇല്ല. ഇപ്പോൾ വില കയറി ഒരു വഴിക്ക് എത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപിൻ്റെ പരിപാടികളൊക്കെ കാരണം എല്ലാവരും ദേ ആർ ഇൻ ഫിയർ. ആ പേടിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണുന്നത്. ഈ സ്റ്റോക്ക് ഇടിയുമ്പോഴാണ് ഗോൾഡ് കൂടുക. അല്ലെങ്കിൽ സ്റ്റോക്ക് ഇങ്ങനെ
ഒരു പിടിച്ചാൽ കിട്ടാത്ത പോലെ ഒരു പോക്ക് പോകുമ്പോഴാണ് ഗോൾഡ് കൂടുക. കാരണം ഈ പിടിച്ചാൽ കിട്ടാത്ത പോലെ പോകുമ്പോൾ തന്നെ ആൾക്കാർക്കും ഈ വിവരമുള്ള ആൾക്കാർക്ക് അറിയാം ഇതെന്തോ പണി വരാനുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ബബിളിൻ്റെ ഞാൻ അന്നൊരു ബബിളിൻ്റെ വീഡിയോയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഇവർ അങ്ങോട്ട് പൈസ കൊടുക്കുക, എൻവിഡിയ ഓപ്പൺ ഐക്ക് പൈസ കൊടുക്കുക, ഓപ്പൺ ഐ ഒറാക്കലിന് കൊടുക്കുക, ഒറാക്കൽ AMD കൊടുക്കുക, AMD തിരിച്ച് ഇവർക്ക് തന്നെ കൊടുക്കുക, എൻവിഡിയക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനൊരു സർക്കിളാണല്ലോ, പൈസ വെറുതെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇൻവെസ്റ്റിന് പൈസ കൂടുക, ഈ ഇൻവെസ്റ്റിനും ഈ കമ്പനീൻ്റെ പൈസ കൂടും, പിന്നെ ഈ ഇൻവെസ്റ്റിനും ഈ കമ്പനീൻ്റെ പൈസ കൂടും. അപ്പോൾ മൊത്തത്തിൽ എന്താണ്, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്തിട്ട് സ്റ്റോക്കിനെ പ്രൈസ് കൂട്ടുക. അപ്പോൾ ഇതൊരു ബബിളാണെന്നും ഇത് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഇത് കാരണമാണ് ഇതിൻ്റെ ഒരു പേടി, ഇതിപ്പോൾ തകരുമോ ഈ പണ്ടാരമൊക്കെ കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമോ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടാണ് ഗോൾഡിലേക്ക് ആൾക്കാർ പോകുന്നതെന്ന് പറയുന്നുണ്ട്. പല റീസൺസും ഉണ്ടാവും, അതിൽ വൺ ഓഫ് ദ റീസൺ ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അവിടെ കിട്ടാൻ ഇതാണ് ഗോൾഡിൻ്റെ സംഭവം. അപ്പോൾ ഈ ഗോൾഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രഷ്യസ് സംഭവമാണ്. അതിന് വില അങ്ങനെ ഒരുപാട് ഡ്രാസ്റ്റിക്കലി ഇടിയുന്നില്ല, കുറയുന്നപ്പോഴാണ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ഒരു കണ്ട് മര്യാദയ്ക്ക് സ്റ്റോക്ക് മുകളിലോട്ട് പോകുമ്പോൾ ഗോൾഡിൻ്റെ വില കുറയും. ഇത് പിടിച്ചാൽ കിട്ടാത്ത പോലെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ പോകുമ്പോൾ എന്ത് ചെയ്യും, ഗോൾഡിൻ്റെ പൈസ കൂടും. ഗോൾഡിൻ്റെ പൈസ കുറയുമ്പോൾ സ്റ്റോക്ക് കൂടും. സംഭവം മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി നമുക്ക് സുഡാനിലേക്ക് വരാം. ഓക്കെ, എന്താണ് സംഭവം? സുഡാൻ എന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്ക മൊത്തത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിലിറ്ററി പവർ ഉണ്ടാവും, അയാൾക്ക് ഒരു പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്തെങ്കിലും ഉണ്ടാവും, കുറച്ച് കാലം അയാളുണ്ടാവും. പിന്നെ ഈ മിലിറ്ററിക്കാർ കുറച്ച് പവറും പൈസയൊക്കെ കിട്ടുമ്പോൾ അയാൾ കയറി അടുത്ത പ്രസിഡൻ്റ് ഉണ്ടാവും, മറ്റേ ആളിനെ ഇറക്കും, ഒരു അട്ടിമറി. പിന്നെ കുറച്ച് കാലം ഇയാൾ വരിക്കും, പിന്നെ അതിൻ്റെ അടുത്തും, പിന്നെ കുറച്ച് കാലം അടുത്തത് വരിക്കും, പിന്നെ അയാൾ മാറ്റും, പിന്നെ അടുത്ത ആൾ വരും. മിലിറ്ററിക്കാരും പ്രസിഡൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. ആ പാകിസ്ഥാനിലെ കൊള്ളവരെ ഇതന്നെ പണി. ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഗവൺമെൻറ്റോ ഒന്നുമില്ല. പിന്നെ മറ്റേ ഗദ്ദാഫിനെ പോലത്തെ ആൾക്കാരൊക്കെയാണുള്ളത്. ഇവർ പിടിച്ച് കൊല്ലുകയും ചെയ്യും. എന്തെങ്കിലും നല്ലത് ചെയ്യാൻ നോക്കിയാൽ അവർ പിടിച്ച് കൊല്ലുകയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മിനറൽ റിച്ചാണ്. ഗോൾഡ് ആണ് ഇപ്പോൾ സുഡാനിലുള്ളതെങ്കിലും സുഡാനിൽ ഓയിലുണ്ട്, ഞാൻ പറയാം. അതേപോലെ വേറെ പല കൺട്രീസിലും ഈ മറ്റേ ലിത്തിയം ഉണ്ടല്ലോ, നമ്മുടെ മൊബൈലിലും കാറിലും, നമ്മുടെ ടെസ്ല കാറിൽ EV കാറിലൊക്കെ ഉള്ള ബാറ്ററിയിൽ ലിത്തിയം, അതിൻ്റെ ഡെപ്പോസിറ്റ്സും എല്ലാം ഈ ആഫ്രിക്കയിലാണ് ഉള്ളത്. നിങ്ങൾ എപ്പോഴും ആലോചിച്ച് നോക്കുക, ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഒരു രാജ്യത്ത് ഓയിലുണ്ട്, എന്നാൽ ആ രാജ്യം പുവർ കൺട്രി. ഒരു കോണ്ടിനെൻ്റ് മുഴുവൻ മിനറൽ റിച്ചും ഇതേപോലത്തെ ഗോൾഡും ഭണ്ഡാരമൊക്കെ ഉണ്ട്, പക്ഷെ അവർ പാവപ്പെട്ടവർ. ആ ഗോൾഡ് കൊണ്ടുപോയി റിഫൈൻ ചെയ്ത് ഭയങ്കര കടയിലൊക്കെ വെച്ച് ലൈറ്റൊക്കെ ഇട്ട് മറ്റേ സെയിൽസ്മാൻമാരൊക്കെ വിൽക്കുന്ന രാജ്യമൊക്കെ ഭയങ്കര ഡെവലപ്പിങ്ങും ഭയങ്കര പൈസക്കാരും. വാട്ട് ദ ഫക്ക്. ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്ന സംഭവം. ഇതേ ചരിത്രം തന്നെയാണ് സുഡാൻ്റെയും. ആൾക്കാർ ഒരു അട്ടിമറി കൊണ്ടുവരും, അതിൽ മിലിറ്ററിക്കാർ ഒരു അട്ടിമറി കൊണ്ടുവരും, അത് ഭരണം വരും, അടുത്ത ആൾ വരും, പോവും. ഒരു 10-20 കൊല്ലം, ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇത് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ഞാൻ നോർത്ത് സുഡാനും സൗത്ത് സുഡാനും എന്ന് പറഞ്ഞില്ല, അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് 1899 തൊട്ട് 1956 വരെ ഈ ബ്രിട്ടീഷുകാരും ഈജിപ്തുകാരും കൂടിയിട്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഈജിപ്താണ് സുഡാൻ്റെ മുകളിലുള്ള രാജ്യം, നെയ്ബറാണ്. നോർത്ത് സുഡാനിൽ അറബ്സും ഈ മുസ്ലിം മെജോറിറ്റി ആൾക്കാരാണ്, അതായത് അറബ് മുസ്ലിംസാണ്. ഓക്കെ, സുഡാൻ്റെ മുകളിൽ പണ്ട് സുഡാൻ വലിയ രാജ്യമായിരുന്നു, ഇപ്പം അതിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പണ്ട് ആ വലിയ രാജ്യമായിരുന്ന സമയത്ത് ഈജിപ്തിൻ്റെ ബോർഡറിൽ ഈജിപ്ഷ്യൻ മുസ്ലിംസ് ഇല്ല, അത് അറബ് മുസ്ലിംസാണ്, അങ്ങനത്തെ ആൾക്കാർ ആയിരുന്നു അവിടെ. സൗത്തിൽ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻസും എയിമിസ്റ്റ് എന്നാണ് പറയുന്നത്, അത് ഗോത്രങ്ങൾ എന്ന് പറയുന്ന സംഭവമില്ലേ, ഈ ട്രൈബ്സ് എന്ന് പറയില്ലേ, ആ ട്രൈബുകളും ഈ ക്രിസ്ത്യൻസുമാണ് അവിടെ കൂടുതൽ. അതിൻ്റെ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. 60 to 65% ക്രിസ്ത്യൻസ് ഉണ്ട്. ഈ സൗത്തത്തെ കാര്യമായിട്ട് പറയണം. 30 to 35% ഈ ഗോത്രങ്ങൾ, 5% മുസ്ലിംസ്. അതാണ് അടിയിൽ. ഇവർ ഇംഗ്ലീഷ് സ്പീക്കിങ്ങും മറ്റേ സംഭവമൊക്കെയാണ്. ഇത്
കൈൻഡ് ഓഫ് ഒരു ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഭാഗം തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ. അവർ നോർത്തും സൗത്തും ഡിവൈഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു. കൺട്രോൾ ചെയ്ത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കൂടുതൽ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് സൗത്തിലായിരുന്നു നോർത്തിനേക്കാളും. 2011 വരെ അവിടെ സിവിൽ വാർ ആയിരുന്നു ഇവർ രണ്ടുപേരും തമ്മിൽ. അടി പറഞ്ഞാൽ ഈ ആഫ്രിക്കയിൽ വേറെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഗാസയിലും പാലസ്തീനിലൊക്കെ ഒരു കണക്കുണ്ട്, ഇത്ര പേര് മരിച്ചു അല്ലെങ്കിൽ ഇത്ര പേരാണ്, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ആഫ്രിക്കയിൽ അങ്ങനെ ഒരു കണക്കുമില്ല. മില്യൺസ് ഓഫ് പീപ്പിൾ, ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ, തൗസൻഡ്സ് ഓഫ് പീപ്പിൾ എന്നൊക്കെ ഉള്ളൂ. അവിടെ പീപ്പിൾ ഡോണ്ട് ഈവൻ കെയർ അബൌട്ട് ദീസ് കൺട്രീസ്. അതാണ് സത്യം. അതായത് അവിടെ എത്ര പേര് മരിച്ചു എന്ന് പോലും മര്യാദയ്ക്ക് കണക്കെടുക്കാൻ പോലും അവിടെ ആരുമില്ല. കാരണം അവിടെ ഈ പോർ കൺട്രീസ് ആയതുകൊണ്ട് തന്നെ ഈ ചാരിറ്റിയും മറ്റേ സംഭവം ഈ എയ്ഡും കൊടുക്കണതിന് എത്ര എയ്ഡ് കൊടുത്താലും അവിടെ തീരാത്ത പ്രശ്നങ്ങളാണ്. അപ്പം അത്രയും ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവർക്ക് എപ്പോഴും ഇഷ്യൂ ആണ്. ഇഷ്യൂ ഇല്ലാത്തൊരു സമയമേ ഇല്ല. സോ അതുകൊണ്ട് എല്ലാ ഇഷ്യൂവും അങ്ങനെ ഒരു വാഷ് ഡൗൺ പോലെ അതങ്ങനെ അവിടെ പ്രശ്നമുണ്ടോ, ശരി പ്രശ്നം, അങ്ങനെ ഒരു സംഭവം. കിടിലൻ ഒരു സംഭവമാണ് ഡിക്കാപ്രിയോൻ്റെ ബ്ലഡ് ഡയമണ്ട് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അത് ഡയമണ്ടിൻ്റെ ഒരു സംഭവമാണ്. ഇതേപോലെ ഈ ഗോൾഡ് റൂട്ട് പോലെ ഡയമണ്ടിൻ്റെ ഒരു സംഭവമുണ്ട്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കാം. കിടിലൻ സംഭവം ബ്ലഡ് ഡയമണ്ട്. ഏത് രാജ്യം എന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു സംഭവത്തിനെ എന്താണ് ഈ ആഫ്രിക്കയിൽ നടക്കുന്നത് എന്ന് വ്യക്തമായിട്ട് കാണിച്ചു തന്ന സിനിമ ബ്ലഡ് ഡയമണ്ട്. ഇറ്റ്സ് എ നൈസ് മൂവി. അപ്പോൾ ഈ സൗത്തിൽ ഉള്ള ആൾക്കാർക്ക് എന്ത് വേണം, സെപ്പറേറ്റ് കൺട്രി ആവണമെന്ന് പറഞ്ഞിട്ട് അടി. മോളുള്ളവരാണ് മെയിൻ ആൾക്കാർ. അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിയ ലോ അല്ലേ, ശരിയ ലോ, അതായത് മുസ്ലിം റൂളേഴ്സ് ആയിരുന്നു എപ്പോഴും ഉണ്ടാവുക ഈ നോർത്തിൽ. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിലീഫ്സും അവരുടെ ഈ ശരിയ ലോ ഒക്കെ അടിച്ചേൽപ്പിക്കാൻ നോക്കും. എവിടേക്ക്? സൗത്തിലുള്ളവർക്ക്. നോർത്തിലാണ് ഈ മുസ്ലിം റൂളേഴ്സും ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വരുന്നത്. അവർ ഈ ഒരു ബന്ധമില്ലാത്ത ഈ സൗത്തിലുള്ള ആൾക്കാരിനെ ഓരോ ശരിയ ലോ നിങ്ങളിപ്പോൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ ഉണ്ട്. ഇത് പറയാൻ പോയ വീഡിയോ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി ഓരോ 10-15 കൊല്ലം കഴിയുമ്പോഴും ഇത് ഓരോ പ്രശ്നങ്ങൾ വരും. 2011 വരെ പ്രശ്നമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. 1970 സൗത്തിൽ ഓയിൽ കണ്ടുപിടിക്കുന്നുണ്ട്. ഏത്? സുഡാൻ്റെ സൗത്തിൽ. ഈ ബ്രിട്ടീഷുകാർ ക്രിസ്ത്യൻസും മറ്റേ ടീംസൊക്കെ ഉള്ള സ്ഥലത്ത് ഈ 2005 വരെ, അതായത് 1983 തൊട്ട് 2005 വരെ 2 മില്യൺ ആൾക്കാർ മരിച്ചു എന്നാണ് പറയുന്നത്. എന്താ ഒരു കണക്കാണ്, 2 മില്യൺ, 20 ലക്ഷം പേര്. ഇതെന്ത് കണ്ട? അതാണ് ഇവിടെ ഒന്നും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. ഇവിടുത്തെ മറ്റേ ഈ കുറേ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഈ മനുഷ്യാവകാശ, ഇതൊന്നും ഇല്ല. അവർക്കൊന്നും അവിടെ കൺട്രോൾ ചെയ്യാൻ കൂടെ പറ്റുന്നില്ല. അവർക്ക് കുറച്ച് സീനാണ് ആഫ്രിക്കയുടെ കാര്യം. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒമർ അൽ ബഷീർ വരുന്നത്. 1989 പുള്ളി വരുന്നത്. ഇയാളാണ് അവിടുത്തെ മെയിൻ ഡിക്റ്റേറ്റർ. 30 കൊല്ലം ഭരിച്ച ആളാണ് ഇയാൾ. ഓക്കെ, ഇയാൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആളാണ്. ഇയാൾ കൊണ്ടുവന്നത് ഇസ്ലാമിക് മിലിറ്ററി റെജീം ആണ് ഇയാൾ നടത്തിയത്. അത് ഇയാൾ മിലിറ്ററിക്കാരനെ പോലെ. പിന്നെ ഇയാളുടെ ഇസ്ലാമിക് ബിലീവ്സൊക്കെ എല്ലാവരും അടിച്ചേൽപ്പിച്ചിട്ട് മറ്റേ സംഭവങ്ങളൊക്കെ ശരിയല്ലോ എന്നെ പുള്ളി ചെയ്ത കുറച്ച് കാര്യങ്ങൾ. ഈ ബിൻ ലാദനെ കർട്ടോം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 1990s ബിൻ ലാദനെ ഹോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇയാൾ. ഇയാൾ സൗത്തിനെ ക്രഷ് ചെയ്യുക, സൗത്തുകാരിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരിനൊക്കെ പോയി തൂക്കടയെന്ന് പറഞ്ഞിട്ട് ഇയാൾ മിലിറ്ററിനെ അയക്കുക. നോർത്തിനെ യൂണിഫൈ ചെയ്തു. എന്തിന്? ഈ ഇസ്ലാമിക് ലോസൊക്കെ കൊണ്ടുവന്നിട്ട് നോർത്തിനെ യൂണിഫൈ ചെയ്തു. ഇയാൾക്ക് മുന്നേ വന്നവരും ഇതേപോലെ ശരിയ ലോ ഒക്കെ അപ്ലൈ ചെയ്ത് അങ്ങനെയുള്ള ഒരു ഭരണം തന്നെയായിരുന്നു അവരുടെ. പക്ഷെ ഇയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ SAF എന്ന് പറയും, സുഡാനീസ് ആംഡ് ഫോഴ്സസ്, അതായത് മെയിൻ മിലിറ്ററിയാണ് അവർ SAF എന്ന് പറഞ്ഞത് കേട്ടോ. ആ SAFനെ സൗത്തിലേക്ക് വിട്ടിട്ട് അവിടെയൊക്കെ കൊല്ലാനും അവിടുത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരിനൊക്കെ അടിച്ചമർത്താനും എല്ലാം പറഞ്ഞു.
അപ്പം ഇങ്ങനെ ഒരു ഭരണം നടക്കുകയായിരുന്നു. 30 കൊല്ലം ഇയാൾ ഭരിച്ചു എന്ന് പറയുമ്പോൾ ആകെ പ്രശ്നമാണ്. 2003 തൊട്ട് 2010 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സംഭവം. ഡർഫൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് വെസ്റ്റിൽ. ഓക്കെ, വെസ്റ്റിലുള്ളൊരു സ്ഥലമാണ്. ഡർഫൂറിൽ കുറച്ച് കോൺഫ്ലിക്ട്സ് നടക്കുകയാണ്. ഓൾറെഡി ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ SAF മറ്റേ സൗത്തിലേക്ക് വിട്ടിട്ടുണ്ട്. അവിടെയും കുറേ പ്രശ്നങ്ങൾ, ആൾക്കാർ ഞങ്ങൾക്ക് സെപ്പറേറ്റ് കൺട്രി ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതിഷേധവും ആക്രമണവും ഒക്കെ നടക്കുന്നുണ്ട്. അതിലേക്ക് ഇയാൾ SAF വിട്ടു, ഒമർ അൽ ബഷീർ. അപ്പം ഇനി എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിടണം, വെസ്റ്റിലേക്ക് വിടണം. ആര് വിടും? SAF ഓൾറെഡി പ്രീ ഓക്യുപ്പൈഡാണ്. അവിടെ അവർ യുദ്ധം സൗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെസ്റ്റിലൊരു ടീംസ് ഉണ്ട്, ജഞ്ചവീഡ് എന്നാണ് അവരുടെ പേര്. ജഞ്ചവീഡിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെവിൾസ് ഓൺ ഹോഴ്സ് ബാക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ശരിക്കും ഡെവിൾസാണ് ഈ ആൾക്കാർ. അതായത് ഒരു എന്താ പറയുക, മിലിറ്റൻ്റ് ആൾക്കാരൊക്കെ തന്നെയാണ്, പക്ഷേ നോ റൂൾസ് അപ്ലിക്കബിൾ ടു ദം. അങ്ങനെ ഒരു ആൾക്കാരാണ് അവർക്ക് ചോദ്യവും ഇല്ല, പറച്ചിലും ഇല്ല. ആൾക്കാരെ കൊല്ലുക, പെണ്ണുങ്ങളിലെ ആണുങ്ങളിനെ റേപ്പ് ചെയ്യുക, പിന്നെ കത്തിക്കുക, വില്ലേജ് മുഴുവൻ കത്തിക്കുക, ഇങ്ങനത്തെ കുറച്ച് വിനോദങ്ങളാണ് ഇവരുടെ. ജഞ്ചവീഡ് എന്ന് പറഞ്ഞ ആൾക്കാർ. ആ ആൾക്കാരിനെ ഈ ഒമർ അൽ ബഷീർ സപ്പോർട്ട് ചെയ്തു. ഡർഫൂറിലുള്ള ആൾക്കാരാണ് ഇവർ. ജഞ്ചവീഡ് എന്നുണ്ട്. നിങ്ങൾ ഫുള്ള് മറ്റേ നോർത്തിലുള്ള ആൾക്കാർക്ക്, ആ സൈഡിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ഈ ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് ഞങ്ങൾക്കൊന്നും കിട്ടില്ല എന്നുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഈ ജഞ്ചവീഡിൻ്റെ ആൾക്കാരിനേക്ക് സപ്പോർട്ട് ചെയ്തു ഇവിടുത്തെ പ്രസിഡൻറ്റ് ഒമർ അൽ ബഷീർ. അത് ചെയ്തപ്പോൾ ഇവരങ്ങോട്ട് വളർന്ന് മാസ് കില്ലിങ്സ് ചെയ്തു, റേപ്പ് ചെയ്തു, വില്ലേജ് ബേണിങ് ചെയ്തു. ഇതാരെ ചെയ്യുന്നത് വെച്ചാൽ നോൺ അറബ്സാണ്. ഈ ഡർഫൂർ ഗോത്രം എന്ന് പറഞ്ഞില്ലേ, ഇവർ നോൺ അറബ്സാണ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റിലീജിയസ് ആംഗിൾ ഇല്ല, പക്ഷെ വേറൊരു ആംഗിളാണ് പറഞ്ഞില്ലേ. ബേസിക്കലി ഇപ്പോൾ അവിടുത്തെ പ്രശ്നം, ഇപ്പോൾ ഇവർ കില്ലിങ്ങും ഈ മറ്റേ സംഭവങ്ങൾ നടക്കുന്നത് നോൺ അറബ്സും അറബ്സും തമ്മിലാണ്. രണ്ടുപേരും മുസ്ലിം പോപ്പുലേഷൻ തന്നെ ഉള്ളവരാണ്. പക്ഷേ അറബ് ലീനേജ് ഉള്ള ആൾക്കാരും ആഫ്രിക്കൻ ലീനേജ് ഉള്ള ആൾക്കാരുണ്ട്. ആഫ്രിക്കൻ മുസ്ലിംസ്, അറബ് മുസ്ലിംസും ഉണ്ട്. അവർ തമ്മിലാണ് ഇപ്പോഴത്തെ ഫൈറ്റ്. ഓക്കെ, പറഞ്ഞുതരാം. ഇപ്പോൾ ഇവർ ഭയങ്കര പവർഫുള്ളാണ് ഈ ജഞ്ചവീഡ് ആൾക്കാർ. അവരുടെ പേരാണ് പിന്നീട് മാറിയിട്ടാണ് RSF എന്നാക്കുന്നത്. RSF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് സർവീസ് ഫോഴ്സോ അങ്ങനെ എന്തോ ആണ് RSF. 2013 അവരുണ്ടാവുന്നത്, പേര് മാറ്റുന്നത്. അതുവരെ ജഞ്ചവീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിലിറ്റൻ്റ് ആൾക്കാർ, ഒരു വൈൽഡായിട്ടുള്ള ആൾക്കാരാണ് അവർ. അവരുടെ മെയിൻ ഹെഡിൻ്റെ പേര് മുഹമ്മദ് ഹംദാൻ ഡഗാലോ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഹെമറ്റി എന്നാണ് അയാൾ വിളിക്കുന്ന പേര്. ഹെമറ്റി എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ മൈ പ്രൊട്ടക്ഷൻ എന്നാണ് അറബിയിൽ അതിൻ്റെ എന്തോ അർത്ഥം. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ അൽ ബഷീറിന് ഇവരിന് ഭയങ്കര ഇഷ്ടമായി, ഈ ഒമർ അൽ ബഷീറിന്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ RSFകാരന്, കാരണം ഇവർ ഭയങ്കര അടിക്കുകയല്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെയൊക്കെ കില്ല് ചെയ്യുക, അവരെയൊക്കെ ഇല്ലാതാക്കുക, അങ്ങനത്തെ ഒരു ടീംസാണ് ഇവർ. ഇവരിന് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ പേഴ്സണൽ ആർമിയിലേക്ക് ചേർത്തു ഈ RSFകാരനെ. അവർ വെസ്റ്റിൽ എവിടെയോ കിടക്കുന്ന ആൾക്കാരാണ്. അതിനൊക്കെ വിളിച്ചു വരുത്തി, ക്യാപിറ്റലിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇനി മുതൽ ഞാൻ എൻ്റെ കൂടെ നിന്നോ, നിങ്ങൾ ഇവിടുത്തെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്, അവരിനൊക്കെ തോക്കും കാര്യങ്ങളും എല്ലാം കൊടുത്ത് അവനെ പവർഫുള്ളാക്കി. ഇയാൾക്ക് പേടി എന്താണ്? ഒമർ അൽ ബഷീറിന് പേടി എന്താണ്? എപ്പോഴും അട്ടിമറി നടന്നുകൊണ്ടേയിരിക്കുകയല്ലേ, മിലിറ്ററി കൂ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മിലിറ്ററി കൂസൊക്കെ നടത്താൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ അട്ടിമറി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ RSFനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവരിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും ഉപദ്രവിക്കില്ലല്ലോ, എന്നെ അട്ടിമറിച്ച് വേറെ ആൾ വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒമർ അൽ ബഷീർ ഇത് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ കോമഡി. 2011 അങ്ങനെ സൗത്ത് സുഡാന് ഇൻഡിപെൻഡൻസ് കിട്ടുകയാണ്, അവർക്ക് സെപ്പറേറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻ്റെ ഓയിൽ സപ്ലൈ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്തിലാണ് ഓയിൽ, പക്ഷേ നോർത്തിലാണ് പോർട്ട്. കോമഡിയൊക്കെ പോർട്ട് സുഡാൻ എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ട് നോർത്തിലാണ്. അത് കൺട്രോൾ ചെയ്യുന്നത് നോർത്ത് സുഡാനിലെ ആൾക്കാരാണ്. ഇപ്പം നോർത്ത് സുഡാന് വെറും സുഡാൻ എന്നും അടിയിലുള്ള സുഡാന് സൗത്ത് സുഡാൻ എന്നുമാണ് പേര്. കൺട്രീൻ്റെ പേരൊന്നും മാറ്റിയിട്ടില്ല. നോർത്ത് എന്ന് വിളിക്കില്ല, സുഡാനും സൗത്ത് സുഡാനും. ഓക്കെ, സൗത്ത് സുഡാന് ഓയിൽ എവിടേക്ക് കൊടുക്കും? നോർത്തേക്ക് കൊടുക്കും. ആ നോർത്തിൽ
ആൾക്കാർ ഇതിനെ റിഫൈനോ അല്ലെങ്കിൽ മറ്റേ ഈ സീ പോർട്ടിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് അത് വിൽക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഓയിൽ ട്രേഡ് നടക്കുന്നത്. അതാണ് അതിൻ്റെ ഓയിലിൻ്റെ കാര്യം. ഇനി 2019 ഏപ്രിൽ 11 എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒമർ അൽ ബഷീറിനെ അട്ടിമറിക്കുകയാണ്. 30 കൊല്ലത്തിന് ശേഷം ആർമിയാണ് ഇയാളിനെ വീണ്ടും അട്ടിമറിക്കുന്നത്. തന്നെ ഇത് സ്ഥിരം സംഭവം തന്നെ. ആർമി വരും അട്ടിമറിക്കും, ആർമി വരും മിലിറ്ററി കൂ നടത്തും അട്ടിമറിക്കും. ഇതന്നെ സംഭവം. ആ മിലിറ്ററി ൻ്റെ ഹെഡ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ SAFൻ്റെ ഹെഡ്, അത് SAFിൻ്റെ ഒഫീഷ്യൽ സുഡാനീസ് ആർമിയാണ് കേട്ടോ. അബ്ദൽ ഫത്ത അൽ ബുഹ്റാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുർഹാൻ എന്ന് പറഞ്ഞ ആളാണ്. അബ്ദുൽ ഫത്ത എന്ന് വിളിക്കാം, SAF എന്ന് വിളിക്കാം. ഇയാൾ SAFൻ്റെ ഹെഡാണ്. ഇയാളും RSF ഒമർ അൽ ബഷീർ കൊണ്ടുവന്നില്ലേ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഈ 2 ആൾക്കാരും കൂടിയിട്ടാണ് ഇത് നടത്തുന്നത്. ഐറണി നോക്ക്. അതായത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ എവിടെന്നോ വിളിച്ച് വന്ന ഒരു വൈൽഡ് ടീംസിനെ പിടിച്ച് ഇവിടെ കൊണ്ടിരുത്താണ്. എന്നെ നോക്കണേ എന്നുണ്ട്. അയാളും മിലിറ്ററിൻ്റെ ആളും കൂടി ചേർന്നിട്ട് എന്നെ പുറത്താക്കി. ആ സീൻ. എന്നിട്ട് എന്ത് ചെയ്ത് ജനങ്ങൾ ഭയങ്കര വലിയ പ്രൊട്ടസ്റ്റൊക്കെ നടത്തി. കാരണം ആ സമയമാകുമ്പോഴേക്കും ഇത് മറ്റവിടെ നടന്ന പോലെ തന്നെ, അതായത് ഈ സാധാരണ ഭക്ഷണത്തിന് പോലും വില കൂടി, ഫുഡൊന്നും കിട്ടാനില്ല. ആൾക്കാരൊക്കെ സ്ട്രീറ്റ്സിലേക്ക് ഇറങ്ങി പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ആൾക്കാർക്ക് എന്താ വേണ്ടിയിരുന്നു വെച്ച് കഴിഞ്ഞാൽ മിലിറ്ററി റൂള് ഇനി വേണ്ട, ഇനി ഇവിടെ മിലിറ്ററി റൂള് വേണ്ട ദൈവം. കാരണം ഈ മിലിറ്ററി റൂൾ എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പം ഒരൊറ്റ വേടി കഴിഞ്ഞു, ചോദ്യമില്ല പറിച്ചിട്ടില്ല. ഇവരുടെ കയ്യിൽ കുറേ തോക്കുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് നിർത്തണം, ഇനി സിവിലിയൻ റൂള് മതി ഈ സാധാരണ രാജ്യങ്ങളിലെ പോലെ എന്ന് പറഞ്ഞിട്ടുള്ള ആവശ്യമായിരുന്നു ജനങ്ങളുടെ. അപ്പോൾ ഒരു ട്രാൻസിഷൻ പീരീഡ് കൊടുത്തു, ഒരു 39 മാസം. ആ 39 മാസത്തിൻ്റെ ഇടയിലും ഈ കർട്ടോം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കർട്ടോമിൽ ഒരു മെസാക്കറൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ RSFും SAFും കൂടി ചേർന്നിട്ട് 100 പേരിനെ സിറ്റ് ഇൻ പ്രൊട്ടസ്റ്റിന്, അതായത് എന്താ കുത്തിയിരിപ്പ് സമരം എന്നൊക്കെ പറയില്ല, അതുപോലെ വെറുതെ ഒരു സ്ഥലത്ത് പീസ്ഫുള്ളായിട്ട് ഇരുന്ന് കുത്തിയിരിപ്പ് സമരം നടത്തിയ 100 പേരിനെ വെടിവെച്ച് കൊന്നു. RSF 70 ആണുങ്ങളിലും പെണ്ണുങ്ങളിലും റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു ഈ കർട്ടോം മെസാക്കറിൽ. അപ്പം അങ്ങനെ ഈ ട്രാൻസിഷൻ്റെ ഇടയിലാണ് ഇതൊക്കെ, ഈ മിലിറ്ററി കൂ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളത് എന്താ പറയുക, ഒരു റെഗുലർ ഒക്കറൻസ് പോലെയാണ്. ഞാനിതൊക്കെ നോക്കുമ്പോൾ അത് ഇങ്ങനെ ഒരു 100 പേര് മരിച്ചു എന്നൊക്കെ. എന്താ അത്, മനുഷ്യന്മാരുടെ വില എല്ലാവരുടെയും ഒരേപോലെയല്ല. അത് അതൊരു പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, അയ്യോ അതെന്താ ഇങ്ങനെ തോന്നും. പക്ഷേ ഇതാണ് സത്യം. നമ്മൾ ഇന്ത്യയിൽ ഒരാൾ മരിക്കുന്നതും അമേരിക്കയിൽ ഒരാൾ മരിക്കുന്നതും ഇസ്രയേലിൽ ഒരാൾ മരിക്കുന്നതും പാലസ്തീനിൽ ഒരാൾ മരിക്കുന്നതും ആഫ്രിക്കയിൽ ഒരാൾ മരിക്കുന്നതും ഒരേപോലെയല്ല. അതാണ് നമ്മൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇറ്റ്സ് നോട്ട് ദ സെയിം, ഇറ്റ്സ് എ സാഡ്, ബട്ട് അതാണ് സത്യം. അത് ആലോചിക്കുമ്പോൾ നമുക്ക് ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നും, പക്ഷെ ഇതാണ് സത്യം. 39 മാസം ഒരു ട്രാൻസിഷൻ പീരീഡ് കൊടുത്തു. അതിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 21 മാസം മിലിറ്ററി, ഈ അബ്ദുൽ ഫത്ത SAFൻ്റെ ആൾ നോക്കട്ടെ, രാജ്യം സമാധാനമായിട്ട് നോക്കട്ടെ കൊണ്ട് കൊടുത്തത്. എപ്പോഴാണ് ഈ കർട്ടോം മസാക്കറൊക്കെ നടക്കുന്നത്. 18 മാസം സിവിലിയൻസ് നോക്കട്ടെ, അങ്ങനെ 39 മാസം. അതിന് ശേഷം ഡെമോക്രസി, എലക്ഷൻ വരട്ടെ, എൻ്റെ എലക്ഷൻ ആരെ ജയിക്കുന്ന അവർ നോക്കട്ടെ, അപ്പോൾ എല്ലാവരും ഹാപ്പിയായി എന്നൊക്കെ പറഞ്ഞിട്ട് പിരിച്ചു വിട്ടതാണ്. 21 മാസമാണല്ലോ മിലിറ്ററിയുടെ. 21 മാസം കഴിയാൻ 1 മാസം ബാക്കിയുള്ളപ്പോൾ ഒക്ടോബർ 2021 ഭരണം കിട്ടിയത്, ഞാൻ അപ്ലൈ പറഞ്ഞില്ലേ, പവർ കറപ്റ്റ്സ് പീപ്പിൾ എന്ന് പറഞ്ഞില്ലേ, മിലിറ്ററിക്കാർക്ക് പവർ കിട്ടി അവർ വിടുമോ? വീണ്ടും ഒരു അട്ടിമറി. ആരാണ്? RSFും SAFും കൂടെ. അതായത് ആലോചിക്കുക, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ഒമർ അൽ ബഷീറിനെ താഴെ ഇറക്കിയത്. ഇനി അടുത്ത സിവിലിയൻ ഒരു ആൾ ഇനി പ്രസിഡൻ്റ് ആവാൻ പോകണു ഈ ട്രാൻസിഷൻ പീരീഡിൽ. ഇനി 18 മാസം സിവിലിയൻ ആളാണ് പ്രസിഡൻ്റ് ആവാൻ പോകണമെന്ന് കേട്ടപ്പോൾ 1 മാസം ബാക്കി നിൽക്കെ, 1 മാസം കഴിഞ്ഞ് സിവിലിയൻ വന്നു, അതിനും 1 മാസം ബാക്കി നിൽക്കെ ഇവർ തന്നെ ഒരു അട്ടിമറി വന്നിട്ട് ഇനി സിവിലിയനും വേണ്ട, ഒന്നും വേണ്ട, ഇനി മുഴുവൻ SAF ഭരിച്ചാൽ മതി, അല്ലെങ്കിൽ
അബ്ദുൽ ഫത്ത ഭരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു നിയമം അല്ലെങ്കിൽ അപ്പോൾ ഒരു ഒരു വാഗ്ദാനം RSF കൊടുത്തത്, ഈ SAF അല്ലേ ഭരിക്കുന്നത്, അപ്പോൾ RSF എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RSF ഒരു ഡീൽ വെച്ചത് ഈ RSF ആൾക്കാരുടെ മുഴുവൻ SAF എടുക്കാം, അതായത് ഒഫീഷ്യൽ സുഡാനീസ് ആർമി ആക്കാം RSF. അങ്ങനെ ഒരു ഡീൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്, ഈ സെക്കൻഡ് മിലിറ്ററി കൂ നടക്കുന്ന സമയത്ത്. ഇത് നടന്നില്ല. ഇതിനാണ് ഇപ്പോൾ ഈ 2023 സിവിൽ വാർ നടക്കുന്നില്ല, ഇപ്പം നടക്കുന്നില്ല, ഒരു ചോര കണ്ടു എന്നൊക്കെ പറയില്ല. ഇത് കാരണമാണ്. അതായത് RSF ഭരണത്തിലേക്കും സുഡാൻ്റെ ഭരണത്തിലേക്കും ഈ ഗവൺമെൻറ്റിലേക്കും അവർക്ക് നല്ലൊരു റോള് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഇതൊക്കെ ചെയ്തത്. അതായത് രണ്ട് ഫ്രണ്ട്സ്, അവർ തമ്മിൽ 2 തവണ രാജ്യത്തിൻ്റെ ഇതിലൊക്കെ അട്ടിമറിച്ച് ഫുള്ള് സ്ട്രെങ്ത്തായി നിൽക്കുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇവർ തമ്മിൽ തന്നെ അടിച്ച് പിരിഞ്ഞു. ഇതാണ് ബേസിക്കലി സംഭവിച്ചത്. ഇതിനിടയിൽ വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഈ RSF ദേ ബിക്കം ടു പവർഫുൾ. ഭയങ്കര പവറായി അവർക്ക് ഈ RSF. എവിടെയോ അവർക്ക് ജഞ്ചാബീഡ് മറ്റുള്ള ടീംസായിരുന്നു, അവിടെ കൊലയും മറ്റേ റേപ്പുമായിട്ട് നടക്കുന്ന ടീംസാണ്. അവരിപ്പോൾ ഭയങ്കര പവർഫുള്ളായി. അതാവാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2010-12 ഞാൻ പറഞ്ഞില്ല, ഈ RSF ഫോം ചെയ്യുന്ന സമയത്ത് ഈ ഡർഫൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ട്. അങ്ങോട്ട് ഈ ഒമർ അൽ ബഷീർ ഈ ജഞ്ചബീഡിനെ ഏൽപ്പിച്ചു, നിങ്ങളവിടെ പോയിട്ട് ആ പ്രശ്നമൊക്കെ തീർക്കുമെന്ന് പറഞ്ഞില്ല. ആ സമയത്ത് സുഡാൻ്റെ 3rd ലാർജസ്റ്റ് ഗോൾഡ് മൈൻ കണ്ടുപിടിച്ചു. അപ്പം കണ്ടുപിടിക്കുന്നേ ഉള്ളൂ, ഫ്രഷ് സാധനം. ഡർഫൂറിലാണ് ആ ഗോൾഡ് മൈൻ ഉള്ളത്. ഡർഫൂർ ഇപ്പം ആരുടെ കയ്യിലാണ്? RSFൻ്റെ കയ്യിൽ. അതായത് ഡർഫൂറുകാരാണ് സുഡാൻ്റെ 3rd ലാർജസ്റ്റ് ഗോൾഡ് മൈൻ മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു ഗോൾഡ് മൈൻ കൊണ്ടാണ് ഇവർ ഇത്രയും പവർഫുൾ ആവാനുള്ള കാരണം. ഈ SAF ഗോൾഡ് മൈൻസൊക്കെ ഉണ്ട്, പക്ഷെ അവരെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലീഗലായിട്ടും മൈനിങ് റെഗുലേഷനിലും ഈ എക്സ്പോർട്ട് റെഗുലേഷനും മൈനിങ് ലൈസൻസിലൊക്കെ കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അവർ അണ്ടർഗ്രൗണ്ടിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ഒഫീഷ്യൽ ആർമി ആയതുകൊണ്ട് അവർക്ക് ഈ RSFകാർ ചെയ്യുന്ന പോലെ ഇല്ലീഗൽ ആയിട്ടുള്ള ഈ ഗോൾഡ് എക്സ്പോർട്ടും ഇതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവരും അണ്ടർഗ്രൗണ്ടിലൊക്കെ ചെയ്യുന്നുണ്ടാവും. കാരണം ഇതിങ്ങനെ ചോദിക്കാനുമില്ല, പറയാനുമില്ല, ഈ രാജ്യം മുഴുവൻ നമ്മുടെ തന്നെ, ഇതാ ഗോൾഡ് മൈനൊക്കെ നമ്മുടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ബാഡ് ഇത് ചോദിക്കണം. അതാണ് ആ കാര്യം. ഇനി അപ്പോൾ അതെങ്ങനെയാണ് ഈ 2 പേരും ഈ ഗോൾഡ് ഇവിടുന്ന് സ്മഗിൾ ചെയ്യണത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് 2 റൂട്ടുണ്ട്. ഈ SAFൻ്റെ റൂട്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പോർട്ട്. ഓക്കെ, അവരാണ് ഈ പോർട്ട് കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും, നോർത്ത് സുഡാനിലെ സൈഡിലാണ്, റെഡ് സീയിലാണ് ഈ പോർട്ടുള്ളത്. അപ്പോൾ ഇവരാണ് ഈ പോർട്ട് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ SAFൻ്റെ അണ്ടറിലുള്ള മൈനുകളിനെയൊക്കെ പോർട്ട് വഴിയാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, ഈ ബ്ലാക്ക് മാർക്കറ്റിലേക്കും ഈ ബാക്കിയുള്ള UAE, റഷ്യ അങ്ങനത്തുള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നത് SAFൻ്റെ ഈ ഒരു റൂട്ട് വഴിയാണ്. ഇനി RSFൻ്റെ റൂട്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചാഡ് എന്ന് പറയും. അതായത് നമ്മൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഈ ലാൻഡ് ലോക്ക്ഡാണ്. ഈ RSFൻ്റെ ഡർഫൂർ ഏരിയ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ലോക്ക്ഡാണ്, കടലും കാര്യങ്ങളൊന്നുമില്ല. ചാഡാണ് നെയ്ബറിങ് ആയിട്ടുള്ള രാജ്യം. ഈ ചാഡ് വഴിയും സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമുണ്ട്, ആ രാജ്യം വഴിയുമാണ് ഗോൾഡ് സ്മഗിൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ ചാഡിലാണ് ഈ UAEക്കാരുടെ മെയിൻ പ്രസൻസ് ഉള്ളത്. ഇവർ ഫുള്ള് ഈ ആയുധങ്ങൾ കൈമാറുന്നതും ഗോൾഡ് മേടിക്കുന്നതും എല്ലാം ഈ ചാഡ് വഴിയാണ്. അവർക്ക് അതിനുള്ള കമ്മീഷനും അവർ കൊടുക്കുന്നുണ്ടാവും. ഇനി UAE മാത്രമാണ് ഇവിടെ, വേറെ ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ടോ എന്ന് വലിയൊരു ചാർട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം SAFൻ്റെ ചാർട്ട് എടുക്കാം. ആരൊക്കെ SAFന് സഹായിക്കുന്നു എന്ന് നോക്കാം. SAF എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ അബ്ദുൽ ഫത്ത എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ മെയിൻ മിലിറ്ററീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഈജിപ്തുകാർ എന്തുകൊണ്ടാണ്? നെയ്ബറാണ്, തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഈ RSFകാർ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അറിയാലോ, അവന്മാർക്ക് കയ്യും കണക്കൊന്നുമില്ല, അവർ എന്ത് വേണമെങ്കിൽ ചെയ്യും. അങ്ങനത്തെ ടീംസാണ്. ഈ ബാഹുബലിയായിട്ട് കാലകേയ ടീംസ് വരില്ല, അതുപോലെയാണ്. അവർക്ക് മറ്റേ ഇതൊന്നും ചോദിക്കാനും പറയാനൊന്നുമില്ല, അടിച്ച് തൂക്ക് തന്നെ. അപ്പോൾ ഈജിപ്തുകാർ സപ്പോർട്ട് ചെയ്യുന്നത് SAFനാണ്.
അടുത്ത SAF സപ്പോർട്ട് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി. UAE വേറെ ആൾക്കാരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സൗദീൻ്റെ സപ്പോർട്ട് SAFനാണ്. ഫോർ സ്റ്റെബിലിറ്റി എന്നൊക്കെയാണ് അവർ പറയുന്ന റീസൺ. അമേരിക്കനും യൂറോപ്യൻ യൂണിയനും സപ്പോർട്ട് ചെയ്യുന്നത് SAFനാണ്. ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നത് SAFനാണ്. ഇറാൻ ഡ്രോൺസും ഈ UAE എന്ത് ചെയ്യണോ അതിൻ്റെ ഓപ്പോസിറ്റാണല്ലോ ഈ ഇറാൻ ചെയ്യുക. അപ്പോൾ UAE മറ്റവർക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇറാൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് SAFന് സപ്പോർട്ട് ചെയ്യണം. ഡ്രോൺസും കൊടുത്തിട്ടുണ്ട്. മറ്റേ ഈ റെഡ് സീൻ്റെ ഒരു പോർട്ട് ഉണ്ടല്ലോ, അപ്പോൾ റെഡ് സീ ഇൻഫ്ലുവൻസിന് വേണ്ടിയിട്ട് ഇറാൻകാർ അവരുടെ എന്തൊക്കെയോ യൂസ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ചൈനയ്ക്ക് അവിടെ ഓയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ചൈനയാണ് ഈ പൈപ്പ് ലൈനോ എന്തോ ഇട്ടിട്ടുണ്ട്. ഈ പൈപ്പ് ലൈൻ വഴിയാണ് ഈ സൗത്ത് നിന്ന് നോർത്ത് വന്നിട്ട് പോർട്ടിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ പൈപ്പ് ലൈനോ എന്തോ ഒരു സംഭവം ചൈന ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൈന ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ മിലിറ്റൻ്റ് ഗ്രൂപ്പിനായിരിക്കില്ലല്ലോ ഇൻവെസ്റ്റ് ചെയ്യുക, അത് രാജ്യത്തിലല്ലേ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ രാജ്യം ആക്ച്വലി കൈൻഡ് ഓഫ് കൺട്രോൾ ആരുടെയാണ്? ഈ SAFകാരുടെയാണ്. അപ്പോൾ ചൈനയും കൈൻഡ് ഓഫ് സപ്പോർട്ട് ചെയ്യുന്നത് SAF. ഇപ്പോൾ രാജ്യത്തിൻ്റെ മെയിൻ ഭരണം അവരുടെ കയ്യിൽ ഉള്ളതുകൊണ്ട്. ടർക്കിയും SAFനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് പോർട്ടിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. സുഡാൻ പോർട്ടിൽ ടർക്കി ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതേപോലെ ആക്സസ് ടു റെഡ് സീ ആക്സസും അവർക്ക് ഈ സുഡാൻ്റെ നിന്ന് ആവശ്യമുണ്ട്. അത് കാരണം SAFനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ പോർട്ട് എപ്പോഴാണ് RSF എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ ഈ രാജ്യം കഴിഞ്ഞു രാജ്യം. പക്ഷേ പോർട്ട് ഈ സൈഡാണ്, RSF ഉള്ളത് ഈ സൈഡാണ്. പിടികിട്ടിയ ഇനി ഈ SAF ലിസ്റ്റ് കഴിഞ്ഞു. ഇനി RSF ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ UAE ദുബായ് പ്രസിഡൻറ്റും ഈ RSFൻ്റെ ഹെമിറ്റിയും കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. അവർ തമ്മിൽ ഒഫീഷ്യലി മീറ്റ് വരെ ചെയ്തിട്ടുണ്ട്. സിവിൽ വാറിന് മുന്നെയാണ് പക്ഷെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ദേ ആർ ഇൻ ഗുഡ് ടേംസ്. നമുക്ക് ആ ചിരി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വെപ്പൺസ് UAE വെപ്പൺസ് കൊടുക്കുന്നത് ചാഡ് വഴി, ഇവർ ഗോൾഡ് കൊടുക്കുന്നത് ചാഡ് വഴി. ആര്? സുഡാൻകാർ ഗോൾഡ് കൊടുക്കുക, RSFകാർ ഗോൾഡ് കൊടുക്കുന്നതും ചാഡ് എന്ന രാജ്യം വഴിയാണ്. വാഗ്നർ ഗ്രൂപ്പിന് ഓർമ്മയുണ്ട്. പുട്ടിനെ പണ്ട് കൊല്ലാൻ പോയ ആൾ, എന്നിട്ട് ആ ഒരു മൊട്ടത്തലേനെ ഒരു പ്ലെയിൻ ക്രാഷിൽ കൊല്ലുകയും ചെയ്തു. ശരിയായ സ്റ്റോറിയാണ് വാഗ്നറുകാരുടെ. അതായത് ഒരു അട്ടിമറി നടന്ന് മറ്റേ മോസ്കോയിലേക്ക് വണ്ടി പോണു, മോസ്കോ ഇപ്പോൾ വീഴും, പുട്ടിന് ഇപ്പോൾ വീഴുന്നൊക്കെ ആയിരുന്നു ന്യൂസ്. ഇപ്പോൾ പോയാൽ മതി. അപ്പോൾ ആ ആളെ പിന്നെ മരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് മരിക്കുകയും ചെയ്തു. പക്ഷേ ആ വാഗ്നർ ഗ്രൂപ്പിൻ്റെ ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. വാഗ്നർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ റഷ്യയിലെ ഈ ജയിലിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരിനെയൊക്കെ പിടിച്ചിട്ട് ഇവരൊരു മിലിറ്റൻ്റ് ടീം ഉണ്ടാക്കിയിരിക്കുക, മേഴ്സണറീസ് പോലെ. എന്തെങ്കിലും കൊട്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ള രീതിയിൽ. ആ വാഗ്നർ ഗ്രൂപ്പ് ആദ്യം SAFൻ്റെ കൂടെ ആയിരുന്നു, പിന്നീട് അവർ RSFൻ്റെ കൂടെയാണ് ഇപ്പോൾ. ഓക്കെ, അവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൊടുക്കുക, ഇതേപോലെ ഈ റഷ്യക്ക് ഉള്ള ഗോൾഡോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? വാഗ്നറുകാരാണ്. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഞാൻ പറഞ്ഞ നേരത്തെ രാജ്യമില്ല, ഈ ലോജിസ്റ്റിക്സ് സപ്ലൈ, അതേപോലെ ചാഡും ഈ ലോജിസ്റ്റിക്സാണ് മെയിനായിട്ട്. അതിന് അവർക്ക് പേയ്മെൻറ്റ് ഉണ്ടാവും. വെറുതെ ആരെങ്കിലും സഹായിക്കുമോ? ഇല്ല, അവർക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടാവും, അതിന് കമ്മീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചാഡും സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിനും ഇതുണ്ട്. ഈ RSFൻ്റെ കൂടെ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഇല്ല. ശ്രദ്ധിച്ചത് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് സ്റ്റേബിൾ. ആ കാലകേൻ്റെ പോലത്തെ ടീംസാണ്. അവർ ഇന്ന് വരുന്ന പറയും, അടുത്ത വരുന്ന പറയും, എന്തെങ്കിലുമൊക്കെ പറയും. ഇത്തിരി ഡാർക്ക് ടീംസാണ് അവർ. ഈ UAEൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ നിങ്ങളൊന്ന് കാണണം. അതായത് നമ്മൾ വെറുതെ UAE ആണ്, അത് ദുബായ് കൊടുത്താണ്, ദുബായ് ഗോൾഡ് എടുത്തു, ദുബായ് വെപ്പൺസ് കൊടുത്തു എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ മതി, പോരല്ലോ. ഇതാ കണ്ടോ. طيب دي أدلة دامغة بتأكد إنه الإمارات هي تدخل عسكري واضح، إمداد الدعم السريع بمقدم من القتال، منها الأسلحة والذخائر والأسلحة والذخائر الموجودة دي كلها هي كلها إماراتية. ولو يقربنا الصورة هنا يونايتد عرب إمارات أبو ظبي، تاريخ الصنع شهر 1/2020. ودي أداة دربية إماراتية. دي العينة، لكن كل الصناديق دي كلها
كلها الوجهات الإعلانات بتاعت الوجهات كلها شنو؟ إماراتية. أضف إلى ذلك قاموا هم مسحوا كل التفاصيل والمعالم المكتوبة في الصناديق دي جابوا لها. കണ്ടില്ലേ, ഇതാണ് UAE ആയിട്ടുള്ള ബന്ധം. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ ഇപ്പോൾ എന്താ തെളിവ്, UAE ആയിട്ട് എന്താ തെളിവ് ആരും ചോദിക്കണമെന്നില്ല. ഈ ആരെങ്കിലും ചോദിച്ചാലേ ഒരു ഉഷാറുള്ളൂ. ഇപ്പോൾ ഒരു തണുത്തൊരു മട്ടാണ്, ഒരു ഇതില്ല. മറ്റേ ഇസ്രയേൽ ജെനിസൈഡൊന്നും ചെയ്തിട്ടില്ലടാ എന്ന് പറയുമ്പോൾ അല്ലേ നമുക്ക് ഓഹോ അങ്ങനെ ഉണ്ട് എന്നാൽ അപ്പോൾ കാണിച്ചു കൊടുക്കുക. ഇത് പറയുന്ന ഒരു സംഭവം ഇതുവരെ ഇതിൽ വന്നിട്ടില്ല. എല്ലാവരും ഒന്ന് ഉഷാറാവി. എന്തത് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ നെതന്യാഹുവിനെ മറ്റേ വിചാരണ ചെയ്യുന്ന പറഞ്ഞ ടീംസില്ലേ, അറസ്റ്റ് ചെയ്യണം പറഞ്ഞ ടീംസ്, അതിൽ UAEക്കെതിരെ കേസ് വരെ കൊടുത്തിട്ടുണ്ട് സുഡാനിലെ ആൾക്കാർ ഈ RSFന് സപ്പോർട്ട് ചെയ്യണമുണ്ട്. അതായത് മെയിനായിട്ട് ഈ RSFന് സപ്പോർട്ട് ചെയ്യുന്നത് UAE മാത്രമേ ഉള്ളൂ. വാഗ്നർ ഗ്രൂപ്പൊക്കെ ഇപ്പോൾ വന്നതാണ്. അത് അവർ ഇപ്പോൾ ആരും ഇല്ലല്ലോ RSF സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അവർ ഗ്യാപ്പിൽ വന്നായിരിക്കും. അവർ ഇത്ര കാലം SAFൻ്റെ കൂടെ ആയിരുന്നു. ഇവർ ഇപ്പം അവസാനം ഇവർ കൊലപാതകം തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഇവരുടെ കൊലപാതകവും ഇവർ ചെയ്ത കുറ്റകൃത്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ തന്നെ പഠിച്ചു പോകും. അമ്മാതിരി ഡാർക്ക് സാധനങ്ങളാണ്, അതൊന്നും ഇവിടെ കാണിക്കാനും പറ്റാത്ത സാധനങ്ങളാണ്. ഇവരിപ്പോൾ അവസാനം ചെയ്തത് മറ്റേ ആകാശത്ത് നോക്കുമ്പോൾ, സാറ്റലൈറ്റ് നോക്കുമ്പോൾ ചോര കണ്ടത് അൽഫഷീർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. അതായത് ഇയാൾ ഹെമിറ്റി ഇല്ലേ, ഈ ഹെമിറ്റി ഒരു ടെലിഗ്രാമിൽ ഒരു വീഡിയോയിൽ വന്നിട്ട് ഇയാൾ സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അൽഫഷറിൽ ചെയ്തത് ഇത്തിരി കൂടിപ്പോയി, സോറി എന്നൊക്കെ. പിന്നെ ഇപ്പോൾ ഇവരല്ല എന്നും പറയാൻ പറ്റില്ല, അവർ തന്നെ ചെയ്തത്. അത് എന്താണ് ഈ അൽഫഷറിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നോർത്ത് ഡർഫൂറിൻ്റെ ക്യാപിറ്റലാണ് ഈ അൽഫഷർ എന്ന് പറഞ്ഞിട്ടുള്ള നഗരം. ഇത് ആണ് ലാസ്റ്റ് സ്റ്റാൻഡിങ്. അതായത് ഇവർ ഈ ഒരു വെസ്റ്റും സൗത്ത് വെസ്റ്റ് ഈ ഒരു കോർണറിൽ നിന്ന്, നിങ്ങൾക്ക് മാപ്പ് നോക്കി കാണാം, ഒരു കോർണറിൽ നിന്ന് ഇനി കയറി പോവുകയാണ്. ഇനി ഇവർക്ക് എന്താണ് അടുത്ത ലക്ഷ്യം? ആ പോർട്ടിലെത്തണം. പോർട്ടെത്തിയാൽ കഴിഞ്ഞു, രാജ്യം വീണു. അപ്പം അതാണ് പരിപാടി, അതായിരിക്കണമല്ലോ എല്ലാവരുടെയും ലക്ഷ്യം. 18 മാസം വളഞ്ഞു ഈ അൽഫഷർ, ഫുള്ള് ഒരു ബാരിക്കേഡ് ഇട്ട് വളഞ്ഞു എന്നാണ് പറയുന്നത്. അവർ ആൾക്കാരിനെ വിശന്നിട്ട് കൊല്ലും, മാസ് സ്റ്റാർവേഷൻ, ഡ്രോൺ സ്ട്രൈക്ക്, ബ്ലോക്കേഡ് ഓഫ് എയ്ഡ് ഒന്നും ഈ ഒരു മറ്റേ റെഡ് ക്രോസ് ഗുഡ് ക്രോസ് ഒന്നും അവിടെ ഇല്ല. അവിടെ ആരെയും വന്നപ്പം ഒറ്റ പടി, ആരും ചോദിക്കാനില്ല പറയാനില്ല. എക്സിക്യൂഷൻ പിന്നെ എന്തായാലും ഉണ്ടാവില്ല. കിൽ ബോക്സസ് എന്നാണ് പറയുന്നത്. അത് ഈ ഒരു രാജ്യത്തിനെ, ഒരു സിറ്റിനെ മുഴുവൻ വളഞ്ഞു. എന്നിട്ട് അവിടെ പട്ടിണി കെട്ട് ഇവർ ഇന്നതാ ചെയ്യാന്നില്ല, അങ്ങനെ ചെയ്തിട്ട് അവരിനെ ഇല്ലാതാക്കി. ഒരു സൗദി മെറ്റേണിറ്റി ഹോസ്പിറ്റൽ സൗദി എന്ന് പറയുമ്പോൾ SAFൻ്റെ ആയിരിക്കുമല്ലോ. സൗദി മെറ്റേണിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലുണ്ട്. അതാണ് ഈ അൽഫഷീറിലെ ലാസ്റ്റ് ഫങ്ഷനിങ് ഹോസ്പിറ്റൽ. അൽഫഷീറിൻ്റെയോ ഡർഫൂറിൻ്റെയോ ഏതോ ഒരു മെയിൻ ഏരിയയുടെ ലാസ്റ്റ് ഫങ്ഷനിങ് ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റൽ. മെറ്റേണിറ്റി ഹോസ്പിറ്റലെന്ന് മനസ്സിലായല്ലോ, കുട്ടികളുടെ ഹോസ്പിറ്റലാണ്. അതിന് അതിൽ 460 പേരിനെ കൊന്നു. അത് ഒഫീഷ്യൽ കണക്കാണ്. യാസഫർ, ദിസ് ഈസ് വേ ഡാർക്കർ ദാൻ എനി ജെനസൈഡ് ഔട്ട് ദർ. ഓക്കെ, ഇത് ഭയങ്കര ഡാർക്കാണ്. ഇതാണ് അവിടെ നടക്കുന്ന കാര്യം. ഇതിപ്പോൾ ഉണ്ടാക്കി പറയുകയോ പ്രൊപ്പഗൻഡ ഒന്നുമല്ല, ഇതാണ് അവിടെ നടക്കുന്നത്. അവിടെ ഇതുപോലെ ഇനിയും നൈജീരിയയിലും കുറേ നടക്കുന്നുണ്ട്. നൈജീരിയ എന്ന് അടിച്ചു കൊടുത്ത കുറേ ശവപ്പെട്ടികൾ നിരത്തി വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ ആൾക്കാർ അവിടുത്തെ ക്രിസ്ത്യൻസും ബോക്കോ ഹറാം എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഒരു മുസ്ലിം തീവ്രവാദി സംഘടന പോലത്തെ സംഘടനയുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് അവിടെ ഫൈറ്റ്. ഇവിടെ ഫൈറ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മെസാലിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്, ഗോത്ര ടീംസാണ്. ഈ മെസാലിറ്റുകാരനെ ഈ RSFകാർ തപ്പി പിടിച്ച് കൊല്ലുകയാണ്. മെസാലിറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറബ് മുസ്ലിംസാണ്. മെസാലിറ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കൻ മുസ്ലിംസാണ്. RSF ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അറബ് മുസ്ലിംസ്. മതത്തിൻ്റെ പേരിലും മറ്റേതിൻ്റെ പേരിലും ആൾക്കാരിനെ കൊന്നുകൊണ്ടേയിരിക്കുക, എന്നിട്ട് ദൈവത്തിനെ പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത്.
ഞാൻ ആദ്യം തന്നെ ആ ജനസൈഡിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അന്ന് ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആവണതിന് മുന്നേ തന്നെ ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ വീഡിയോ ചെയ്തു. അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് പിടിച്ചിട്ടൊരു വലിയ വീഡിയോ ആക്കിയാലോ എന്ന് വിചാരിച്ചു. ഞാനൊരു 2 ഏതാ നോക്കിയത്, നൈജീരിയയും വേറെ ഏതോ ഒരു സുഡാനല്ല, വേറെ ഏതോ ഒരു രാജ്യം 2 ഞാൻ നോക്കിയത്. എനിക്ക് ഭ്രാന്തായി ഇതെല്ലാം കൂടി കേട്ടിട്ട്. ഡാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ഡാർക്ക് സംഭവങ്ങളാണ്. ഇറ്റ്സ് വെരി ഡിപ്രസിങ് ആക്ച്വലി. എന്തെങ്കിലും ഒരു ഫണ്ണായിട്ട് വല്ല കോൺസ്പിറസി വന്നാൽ ചെയ്യായിരുന്നു. ഡിഡിനെ അറസ്റ്റ് ചെയ്യേ ചങ്ങായിക്കോ അവിടെയാണോ. അപ്പോൾ ഈ ആഴ്ച വീഡിയോ കഴിഞ്ഞു. ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ സുഡാൻ ആൻഡ് വെനസ്വേല. രണ്ടും എനിക്ക് കുറേ പാരലൽസ് തോന്നി. രണ്ടുപേരും ഏകദേശം കുറേ റിസോഴ്സസ് ഉണ്ട്, പക്ഷെ പുവർ കൺട്രീസ്. ഓക്കെ, ഈ ആഴ്ച കഴിഞ്ഞ വീഡിയോ അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് വരാം.